എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 2022 ദിവസത്തെ മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ആദ്യമായി ഒരു നിമിഷത്തെ മൗന പ്രാർത്ഥന. നന്ദി. ഇന്ന് IFPHന്റെ മലയാളത്തിൽ പുസ്തക പരിചയമാണ്. നമ്മൾ ഒരു അഞ്ചാറ് എഡിഷൻസ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഡോക്ടർ ഷർമദ് ഖാൻ, വളരെ പ്രസിദ്ധനായ ഡോക്ടറാണ്. ആയുർവേദത്തിലെ ധാരാളം പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള ആളാണ്. മാത്രമല്ല പൊതുവെ മാധ്യമരംഗത്ത് ഇങ്ങനെ നിറഞ്ഞു കേൾക്കുന്ന വ്യക്തി കൂടിയാണ്. ഇതിനൊക്കെ ഡോക്ടർ എവിടുന്ന് സമയം കണ്ടെത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വളരെ അത്ഭുതകരമായ ഒരു കാര്യം. അപ്പൊ അദ്ദേഹം 3 പുസ്തകങ്ങൾ ആയിക്കഴിഞ്ഞു. ഒന്നാമത്തേത് മരുന്ന് മാത്രമാണോ ചികിത്സ, രണ്ടാമത്തത് രോഗിയാകാൻ ഇത്ര ധൃതി എന്തിന്, ഇപ്പൊ മൂന്നാമതൊരെണ്ണം ഇറങ്ങിയിട്ടുണ്ട്, പുതിയ പബ്ലിക്കേഷനാണ്, രോഗം ഏതെന്ന് അറിയണ്ടേ. ഇങ്ങനെ 3 പുസ്തകങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് 1, 2, 3 ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും 330, 300 ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം ഈ പരിപാടിയുടെ 2 പേർ പങ്കെടുക്കുന്നുണ്ട്. ഒന്ന് ഡോക്ടർ ഷർമദ് ഖാനും ഒന്ന് പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ കൂടിയായ ശ്രീമാൻ സന്തോഷ് MPയും. ഇപ്പൊ അടുത്ത കാലത്തായിട്ട് പുസ്തക പ്രകാശനം ചെയ്തത് ശ്രീമാൻ സന്തോഷ് അവർകളാണ്. പ്രശസ്തനായ മാധ്യമപ്രവർത്തകരുടെ ധാരാളം അവാർഡുകൾ വാരിക്കൂട്ടിയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ പുസ്തകത്തിനെ കുറിച്ച് ആദ്യമായിട്ട് ശ്രീ സന്തോഷ് സാറിനെ ക്ഷണിക്കുകയാണ്. അങ്ങയുടെ അഭിപ്രായങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് പറയാൻ? അത് കഴിഞ്ഞ് ഷർമദ് ഖാൻ ഡോക്ടറിലേക്കും തുടർന്ന് ബാക്കിയുള്ളവരിലേക്കും പോകാവുന്നതാണ്. സാർ, അങ്ങേ കേൾക്കാമോ? ശ്രീ സന്തോഷ് സാർ, കേൾക്കാമോ? ഹലോ. കേൾക്കാം സാർ, പറയൂ. ആ നമസ്കാരം. നമസ്കാരം. ഏതാണ്ട് ഒരു 40-42 വർഷത്തിന് ശേഷം അങ്ങനെ കാണുകയാണ്. ഞാനും അതേ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു. എനിക്ക് തോന്നുന്നു അന്നത്തെ മാഗസിൻ എഡിറ്റർ ആയിരുന്നുകൊണ്ട് ഓർമ്മ. ആണോ? ശരിയാണോ സാർ? ഹലോ കേൾക്കാൻ പറ്റും സാറേ? ഏതാണ്ട് ഒരു 40 വർഷത്തിന് ശേഷം ഞാൻ അങ്ങനെ നേരിട്ട് കാണുകയാണ് ഇതിലൂടെ. അതെ. അല്ല, 40 വർഷം മുമ്പ് ഞാൻ SM കോളേജിലായിരുന്നു പഠിച്ചിരുന്നത്. അന്ന് അവിടുത്തെ മാഗസിൻ എഡിറ്റർ ആയിട്ട് ആയിരുന്നു എന്റെ അല്ല, ഓർമ്മ. അന്ന് ശരിയാണോ? 2 തവണ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിരുന്നു. മനോജ് ഡോക്ടറുടെ സംസാരത്തിന് തടസ്സമുണ്ട് കേട്ടോ. അപ്പൊ നെറ്റ് പ്രോബ്ലം കാണുമായിരിക്കും. ഓക്കെ, വ്യക്തമാവുന്നുണ്ടോ? ഹലോ. ഇല്ല, വ്യക്തമല്ല. മനോജ് ഡോക്ടറുടെ ശബ്ദം ഇന്ററപ്റ്റഡ് ആണ്. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ട്. ശരി, ഓക്കെ. സാർ പറഞ്ഞതുപോലെ ഞാൻ ചെമ്പഴന്തി SN കോളേജില് മാഗസിൻ എഡിറ്റർ അല്ല, യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ ആയിരുന്നു 2 തവണ തുടർച്ചയായിട്ട്. ഓക്കെ, കെമിസ്ട്രി ആയിരുന്നു അല്ലേ? കെമിസ്ട്രി. അതെ കെമിസ്ട്രി. അതെ, ഓക്കെ, ഓർമ്മയുണ്ട്. സാർ എവിടെയായിരുന്നു പഠിപ്പിച്ചത്? അതെ, ഞാൻ ഷർമദ് ഖാൻ ഒരേ ബാച്ച് ആയിരുന്നു പ്രീ എന്തോ? ഡിഗ്രിക്ക്. ഷർമദ് ഖാനും ഞാനും ഒരേ ബാച്ച് ആയിരുന്നു പ്രീ ഡിഗ്രിക്ക്. ഷർമദ് ഖാനെ എനിക്ക് അന്നേ അറിയായിരുന്നു. അതെ, ഓക്കെ. അപ്പൊ ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടർ ഷർമദ് ഖാന്റെ പുസ്തകം വായിച്ചിട്ടുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പങ്കുവെക്കാൻ അങ്ങ് ക്ഷണിക്കുന്നു. ഓക്കെ, വളരെ സന്തോഷം. അപ്പോൾ ആദ്യം എല്ലാവർക്കും നമസ്കാരം. ഇത് തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ സംഘാടകരെ ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ്. അത് എന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചതിനാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. കാരണം ഞാനിത് അഭിനന്ദിക്കുന്നതിനുള്ള കാരണം, ഈ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ്സ് അഥവാ വെള്ളം കയറാത്ത അറകളായിട്ട് ഓരോ വൈദ്യശാസ്ത്ര മേഖലയെയും മാറ്റാനുള്ള വലിയ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് മറ്റൊരു വൈദ്യ മേഖലയിലെ ഡോക്ടറുടെ കൃതിയെ പരിചയപ്പെടുത്താൻ നിങ്ങൾ മുൻകൈ എടുക്കുന്നു എന്ന ഹൃദയ വിശാലത അനുമോദിക്കപ്പെടേണ്ടതാണെന്ന് ഞാൻ കരുതുന്നു. ലോകത്തെല്ലായിടത്തും രോഗീ സൗഖ്യം എന്ന ഒറ്റ അജണ്ടയിൽ വൈദ്യശാഖയിലെ വിവിധ മേഖലകളിലെ ഡോക്ടർമാർ ഒത്തുചേർന്ന് അതെങ്ങനെയൊക്കെ സാധ്യമാക്കാം എന്ന് പ്രായോഗികമായി കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് കേരളത്തിൽ ഈ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ്സ് എന്നൊരവസ്ഥ സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നത് അവരവരുടെ വൈദ്യശാഖയിലുള്ള അവരുടെ ഒരു പ്രാവീണ്യ കുറവോ ഇല്ലെങ്കിൽ അവരുടെ അവിശ്വാസമോ ഒക്കെ ആയിരിക്കാം. നമ്മൾ അതല്ല വിഷയമെങ്കിലും നിങ്ങൾ മറ്റൊരു വൈദ്യശാഖയിലെ പ്രത്യേകിച്ചും ഡോക്ടർ ഷർമദ് ഖാന്റെ ആ ഒരു പുസ്തകത്തിന് ശാസ്ത്രീയ വീക്ഷണത്തോടു കൂടി സമീപിക്കാൻ തയ്യാറായതിന് നിങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങാം. ഈ പുസ്തകത്തിൻ്റെ, അതായത് രോഗം എന്തെന്നറിയേണ്ട എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. ഇത് ഒരു
80 പേജ് മാത്രമുള്ള പുസ്തകമാണ്. ഈ അതിന് ഈ ഒരു ഇക്കാലത്ത് ഈ ഓരോ വാക്കിന്റെ അർത്ഥം പരമപ്രധാനമാണ്. അപ്പോൾ നാം വിചാരിക്കുന്നതിന്റെ നേരെ എതിര് മനസ്സിലാക്കും എന്നുള്ളത് കൊണ്ട് ആണ് ഞാൻ ഈ ചെറിയ പുസ്തകം എന്ന് പറയുന്നത്. കാരണം യഥാർത്ഥത്തിൽ ഇത് ചെറിയ പുസ്തകം എന്നുള്ളത് വേണമെങ്കിൽ നമ്മൾ പണ്ടൊക്കെ പറയുമായിരുന്ന ഒരു അർത്ഥമുണ്ട്, കൊച്ചു പുസ്തകം എന്ന്. പക്ഷെ ഇപ്പൊ അത് പറഞ്ഞാൽ അത് വേറെ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ചെറിയ പുസ്തകം എന്ന് പറയുന്നത്. അപ്പോൾ 80 പേജുകളിലായി 25 ലേഖനങ്ങളാണ് രോഗം ഏതെന്നറിയേണ്ടേ എന്ന ഡോക്ടർ സർമദ് ഖാന്റെ ഈ പുസ്തകത്തിലെ ഉള്ളടക്കം. അതിലെ ആദ്യത്തെ ലേഖനം എന്ന് പറയുന്നത് ആ ഈ ആദ്യ ലേഖനത്തിന്റെ പേര് പനി വരുന്നു പനി എന്നാണ്. ഇപ്പോൾ പനി എന്നത് ഇന്ന് മിക്കവാറും സാധാരണക്കാർ സ്വയം ചികിത്സ നിശ്ചയിക്കുന്ന ഒരു രോഗമായി മാറിയിട്ടുണ്ട്. ആമുഖത്തിൽ ഗ്രന്ഥകാരൻ പറയുന്നത് പോലെ രോഗനിർണയം എന്നതെന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായതും ചികിത്സ നിശ്ചയിക്കാൻ അനിവാര്യമായതുമാണ്. അത് ഉത്തരവാദപ്പെട്ട ഒരു ഡോക്ടർ തീരുമാനിക്കട്ടെ. പിന്നെ പനിയെപ്പറ്റി ഒരു തമാശ ഇപ്പോഴും പ്രചരിപ്പിക്കാറുണ്ട്. അതായത് വിവിധ പനികളെക്കുറിച്ച്, പനി വന്നാൽ മൂടി പുതച്ചിരുന്നാൽ ഒരാഴ്ച കൊണ്ട് മാറും, ഡോക്ടറെ കണ്ട് ചികിത്സിച്ചാൽ 7 ദിവസം കൊണ്ട് മാറുമെന്ന്. ഏത് പനിക്ക് മരുന്ന് കഴിച്ചാലും താൽക്കാലികമായി അത് കുറയ്ക്കുന്ന മരുന്നുകൾ സുലഭമാണെന്ന് ഡോക്ടർ സർമദ് ഖാൻ പറയുമ്പോൾ അത് വളരെ ഗുരുതരമായി നമുക്ക് മനസ്സിലാവും. കാരണം പനി മാറും, പക്ഷെ രോഗം തുടരും. വലിയ ഗുരുതരമായ അവസ്ഥയിലേക്ക് രോഗം മാറും. അപ്പോൾ ചെയ്യാവുന്ന കാര്യം എന്താണ്? 2.5 പേജിൽ താഴെ ദൈർഘ്യമുള്ള ഈ ലേഖനത്തിന്റെ അവസാന വാചകം അതാണ്: സ്വയം ചികിത്സ ഒഴിവാക്കുക. ലളിതമായി ഡോക്ടർ കാര്യങ്ങൾ വിശദമാക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത് ഇക്കാര്യത്തിൽ ആദ്യം മുതലേ വ്യക്തമാണ്. അടുത്തതായിട്ട് ഡോക്ടർ ഈ പുസ്തകത്തിൽ വിശദീകരിക്കുന്നത് വേദനയുടെ കാരണങ്ങളെ പറ്റിയാണ്. യഥാർത്ഥത്തിൽ അത് നമുക്കൊക്കെ പല ഇനം വേദനകൾ അനുഭവപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ ഇത് വായിക്കുമ്പോഴാണ്, ഒറ്റയടിക്ക് വായിക്കുമ്പോഴാണ് ഇത്രയേറെ വേദനകൾ ഉണ്ടെന്ന് ഓരോ വായനക്കാരനും തിരിച്ചറിയുന്നത്. പലപ്പോഴും ഇതിൽ പറഞ്ഞിട്ടുള്ള പല വേദനകളിലൂടെയും നാം കടന്നു പോയിട്ടുണ്ടെങ്കിലും ഇത്രയേറെ തരം എന്ന് അപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഇവിടെയും വേദനയുടെ മരുന്നുകൾ തുടർച്ചയായി കഴിച്ച് രോഗിയായി മാറരുത് എന്നാണ് ഡോക്ടർ മുന്നറിയിപ്പ് നൽകുന്നത്. വേദന കഴിഞ്ഞ് അടുത്തതായി ഡോക്ടർ സർമദ് ഖാൻ വിശദീകരിക്കുന്നത് തലവേദനയെ പറ്റിയാണ്. തലവേദനയാവുമോ എന്നാണ് തലക്കെട്ട്. ജലദോഷം മുതൽ അർബുദത്തിന് വരെ ലക്ഷണമാണ് തലവേദനയെന്ന് ഡോക്ടർ ഓർമ്മിപ്പിക്കുന്നു. തലവേദനയ്ക്ക് വേദന സംഹാരികളെ ആശ്രയിക്കുന്നത് താൽക്കാലിക ആശ്വാസം നൽകുമെങ്കിലും പിന്നീടത് ശല്യമായി മാറുകയും തലവേദനയേക്കാൾ വലിയ ബുദ്ധിമുട്ടിലേക്ക് നയിക്കുമെന്നും അവസാനം വായനക്കാർക്ക് മനസ്സിലാക്കാനാവുന്നു. തലകറക്കം, വയറുവേദന, സന്ധിവേദന, തൊണ്ടവേദന, ഇങ്ങനെ പല അധ്യായങ്ങളിലൂടെ കടന്ന് അടുത്തതായി ഗ്യാസ് വെറും ഗ്യാസ് അല്ല എന്ന ലേഖനത്തിൽ നമ്മൾ എത്തിച്ചേരുന്നു. ഇന്നത്തെ കാലത്തെ ഭക്ഷണശീലത്തെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. അത് പലരും പല വിധത്തിലാണല്ലോ ഭക്ഷണം കഴിക്കുന്നത്. ചിലർക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കണം. അതിന് ചിലരൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് 3 പെറ്റ വയറല്ലേ, അതൊന്ന് നിറയണ്ടേ എന്ന് ചോദിക്കുന്നത് മുതൽ ഒറ്റ ഇരിപ്പിന് 1 പാക്കറ്റ് കാഷ്യൂനട്ടും 1 പതി കടലയും കപ്പലണ്ടയും തിന്നുന്നവരെല്ലാം ഇതിൽ കടന്നു വരുന്നു. അമിത ഭക്ഷണം കഴിച്ചവർക്ക് ചക്കയ്ക്ക് ചുക്ക് എന്ന മട്ടിൽ കിട്ടുന്ന ഉപദേശങ്ങളെ പറ്റിയും എടുത്തു പറയുന്നുണ്ട്. വലിയ ഒരു ഏമ്പക്കം വിട്ടാൽ കിട്ടുന്ന സുഖം പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല എന്ന് വാദിക്കുന്നവരെയും ഈ കൃതിയിൽ പരാമർശിക്കുന്നുണ്ട്. പലരും ഗ്യാസിന്റെ കാരണം എന്തെന്ന് പോലും അന്വേഷിക്കാതെ നാരങ്ങാ വെള്ളം, ലെമൺ സോഡ, കോള, അരിഷ്ടം, മദ്യം എന്നിവയ്ക്ക് സേവിച്ച് സ്വയം പരിശോധിച്ച ശേഷം ഡോക്ടറെ കാണാൻ എത്തുമ്പോൾ ഗ്യാസിന് കാരണമായ വില്ലൻ ചികിത്സകൾക്ക് വശംവദനാവാത്ത വിധത്തിൽ കൂടുതൽ ശക്തി പ്രാപിച്ചിട്ടുണ്ടാവും എന്ന് വരുമ്പോൾ അറിയാതെ വായനക്കാരും സംശയിച്ചു പോവും, ഏമ്പക്കമെങ്ങാനും വരുന്നുണ്ടോ എന്ന്. ചുമയാണ് അടുത്ത വിഷയം. കോവിഡിന് ശേഷമുള്ള വിഷയമാണ് പിന്നാലെ വരുന്നത്. ഇഷ്ടഗന്ധം നഷ്ടമായാൽ അത് കഴിഞ്ഞ് 5 മണിക്കൂർ ഉറക്കം സാധാരണ ഉറക്കമെന്ന് ഡോക്ടർ സർമദ് പറയുമ്പോൾ ഉറക്കമില്ലായ്മയുടെ കാരണങ്ങൾ തീർച്ചയായും
വായനക്കാരുടെ ഉറക്കം കെടുത്തുന്നതാണ്. ക്ഷീണമാണ് അടുത്ത വിഷയം. മുടി മുതൽ നഖം വരെ ഒന്നിനെയും ഗ്രന്ഥകാരൻ വെറുതെ വിടുന്നില്ല. നഖം നോക്കി അതിൻ്റെ വ്യതിയാനങ്ങൾ നമ്മെ ഭയപ്പെടുത്തുന്ന രോഗങ്ങൾക്കാണ് കാരണമാവുന്നതെന്ന് പറയുമ്പോൾ വെട്ടിക്കളയുന്ന അത്ര നിസ്സാരനല്ല നഖമെന്ന് വായനക്കാർക്ക് എളുപ്പം മനസ്സിലാവും. കണ്ണിലെ ചുവപ്പ്, ത്വക്ക് രോഗങ്ങൾ, വായ്നാറ്റം, ചൊറിച്ചിൽ, മലബന്ധം, പാദത്തിലെ നീര്, ചെവിവേദന, ശ്വാസം മുട്ടൽ, രക്തസ്രാവം, ആർത്തവകാല പ്രശ്നങ്ങൾ തുടങ്ങി വെവ്വേറെ വിഷയങ്ങളാണ് ഇതിൽ പരാമർശിക്കുന്നത്. വായിക്കുന്ന വിധത്തിലുള്ളതാണ് എഴുത്ത്. വളരെ ലളിതമായി നമ്മുടെ ഹൃദയത്തിലേക്ക് നേരെ തറഞ്ഞു കയറുന്ന വിധത്തിലുള്ള എഴുത്ത്. ചൊറിയല്ലേ വഷളാവും എന്ന തലക്കെട്ട് ഉദാഹരണം. കൊച്ചു കൊച്ചു വാചകങ്ങളിലൂടെ നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. 2-3 പേജിൽ വായിപ്പിക്കുന്ന ഈ 2-3 പേജിലുള്ള ഈ പരാമർശിത വിഷയങ്ങൾ വളരെ നേരെ ഋജുവായി പറയുകയാണ്. ഒട്ടും വളച്ചുകെട്ടാത്തത് കൊണ്ട് തന്നെ എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാവുന്നു. രോഗം ഏതെന്ന് അറിയണ്ടേ എന്ന ഈ ആരോഗ്യക്കുറിപ്പുകൾ ആരോഗ്യത്തിൽ ഉത്കണ്ഠകളുള്ള മലയാളികൾക്കിടയിൽ സ്വീകാര്യമാവും എന്ന് തന്നെയാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ചിന്ത പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച 160 രൂപ വിലയുള്ള ഈ പുസ്തകത്തിൻ്റെ പുതിയ പതിപ്പുകൾ വേഗത്തിൽ പുറത്തു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പുസ്തക പരിചയത്തിന് എന്നെ ക്ഷണിച്ചതിന് പ്രത്യേകം നന്ദിയും അർപ്പിച്ചു നിർത്തുന്നു. നമസ്കാരം. വളരെ ഞങ്ങൾ ക്യാമറ ഒന്ന് ഓൺ ചെയ്ത് എല്ലാവർക്കും ഒന്ന് കാണാമായിരുന്നു. ഞാൻ അത് ഇപ്പൊ ഉടൻ വരാം. കാരണം അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് ഓപ്പൺ ആയത്. അതുകൊണ്ടാണ് ഓക്കെ ഓക്കെ ഞാൻ ഓക്കെ ഇപ്പൊ തന്നെ വരാം. ശരി. എന്തായാലും കാണുന്നതിൽ വളരെ സന്തോഷം. എന്തായാലും വളരെ ശരിക്കും പ്രൊഫഷണലായിട്ട് തന്നെ വളരെ മനോഹരമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത്രയും ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഷർമദ് ഖാൻ ഡോക്ടർ ഇത്രയും കാലത്തെ എഫർട്ടിനെ വളരെ ഭംഗിയായിട്ട് തന്നെ അവതരിപ്പിച്ചു എന്നുള്ളത് വളരെ സന്തോഷം. വളരെ നന്ദി, വളരെ അഭിനന്ദനങ്ങൾ. നമ്മുടെ ആയുർവേദത്തിൽ വളരെ സന്തോഷം. എനിക്കതിലുള്ളൊരു സന്തോഷം ഈ പറഞ്ഞതുപോലെ പ്രീ ഡിഗ്രി കാലത്ത് നമ്മൾ തമ്മിൽ എങ്ങനെയാണ് കാലത്തുള്ള ഒരു അടുപ്പം വിട്ടുപോയി എന്ന് എനിക്കറിയില്ല. എന്തായാലും ഷർമദിനെ ഞാൻ അന്ന് മുതലുള്ള അടുപ്പം ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ഇപ്പോഴും എന്റെയും സന്തോഷം. ഓക്കെ, എന്തായാലും സന്തോഷം. അതായത് ഈ ആയുർവേദത്തിലെ പറയൂ. മനോജ് ഡോക്ടർ കേൾക്കുന്നത് പറയുന്നത് കേൾക്കുന്നില്ല. എനിക്ക് ഷർമദ് പറഞ്ഞതിൽ ചെറിയ ബ്രേക്ക് ആവുന്നു. നെറ്റ് പ്രോബ്ലം തോന്നുന്നില്ല. സന്തോഷ് സാർ, എന്റെ ശബ്ദത്തിൽ പ്രോബ്ലം ക്ലിയർ ആവുന്നുണ്ടല്ലേ? ഇപ്പൊ എനിക്ക് ക്ലിയർ ആയിട്ടാണ് തോന്നുന്നത്. രണ്ടുപേരുടേതും ഇപ്പൊ എനിക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഷർമദ് നെറ്റ് പ്രശ്നമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഈ ആയുർവേദത്തിൽ പറയില്ല, രോഗത്തെ നിദാന പ്രാഥമിക ലക്ഷണ ഉപശയാപ്തിയാൽ അല്ലേ എന്നല്ലേ. അപ്പൊ ഈ പറയുന്ന രീതിയിൽ തന്നെ കാണുക എന്നുള്ള പ്രധാന. ഇപ്പൊ ഉള്ള സംഭവിക്കുന്ന പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ നിദാനം പ്രാഗരവും ഉപശയാപ്തിയും ഒന്നുമില്ല. മൈക്രോസ്കോപ്പിലൂടെ എന്ത് കാണുന്നു, അല്ലെങ്കിൽ എക്സ്റേയിൽ എന്ത് കാണുന്നു, സ്കാനിൽ എന്ത് കാണുന്നേ ഉള്ളൂ. അത് രോഗിക്ക് വയ്യാന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് തോന്നലാണ് ഹേ എന്ന് പറഞ്ഞു വിടുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ട്. എന്തായാലും വളരെ ഭംഗിയായിട്ട് ഈ പുസ്തകം അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പങ്കെടുക്കുക, ദയവ് ഹാൻഡ് റൈസ് ചെയ്യുക. അപ്പോൾ ഷർമദ് ഖാനും ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാം. ഇപ്പൊ നഖത്തെ കുറിച്ച് പറഞ്ഞല്ലോ, അതിൽ എന്തൊക്കെയാ ഉദ്ദേശിച്ചിട്ടുള്ളത് കേൾക്കാമോ? എന്നോടാണോ? അതെ അതെ, കേൾക്കാം. ഇതില് നഖം തന്നെ ഒരു നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ ഒരു കാര്യം പറഞ്ഞോളട്ടെ. ഈ പുസ്തകം ഞാൻ തന്നെ ഇന്ന് ഇപ്പൊ ഒരു ക്ലാസ്സും കൂടെ ഉള്ളതാണല്ലോ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് ഒന്നുകൂടെ വായിച്ചു. വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സുഖത്തേക്കാൾ വളരെ സന്തോഷം തോന്നി. MB സന്തോഷ് ഇപ്പോ ഈ പുസ്തകത്തെ കുറിച്ചുള്ള ഒരു പുസ്തക പരിചയം നടത്തിയപ്പോൾ. കാരണം ഒന്ന്, അത് വായിച്ച ഒരാളിനും അതുപോലെ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് അറിയുമ്പോൾ ഒരു സന്തോഷം. രണ്ടാമത്തെ കാര്യം, എൻ്റെ ഉദ്ദേശം എന്തായിരുന്നോ അത് സാഫല്യമാകുന്നു എന്നൊരു തോന്നലാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം ഞാൻ ഈ പുസ്തകം എഴുതുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പബ്ലിക്കിന് ഈ ലക്ഷണങ്ങൾ മാറുവാൻ ഒഴിവാകണം എന്നുള്ളതായിരുന്നു. രണ്ടാമത്തെ കാര്യം, തുടക്കക്കാർക്കും
ഒരുപക്ഷെ കൃത്യമായ വായന ഇല്ലാത്തവർക്കുമൊക്കെ ഒരു ഡിഫറൻഷ്യൽ ഡയഗ്നോസിസിന് ഇത് സഹായിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നഖത്തിന്റെ കാര്യമായാലും അത് ഏത് രൂപത്തിൽ വളഞ്ഞാൽ, അല്ലെങ്കിൽ എന്ത് നിറവ്യത്യാസം വന്നാൽ, അതല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള മാറ്റങ്ങൾ വന്നാലൊക്കെ ഏതൊക്കെ നമ്മുടെ മറ്റ് അവയവങ്ങളുമായി ബന്ധപ്പെട്ട മറ്റു രോഗങ്ങളുമായി ബന്ധപ്പെട്ട ലക്ഷണമാണ് എന്ന് മനസ്സിലാക്കി വേണം ഡോക്ടറോട് റിപ്പോർട്ട് ചെയ്യാൻ എന്നാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ എന്നോട് ഒരാൾ ഈ പുസ്തകം വായിച്ചിട്ട് പറഞ്ഞത്, എനിക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വളരെ ആവേശത്തോടു കൂടി ഈ പുസ്തകം എടുത്ത് കോൺസ്റ്റിപ്പേഷൻ എന്നുള്ള ഭാഗം വായിച്ചപ്പോ എനിക്ക് കോൺസ്റ്റിപ്പേഷൻ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകാം എന്ന് മനസ്സിലായതല്ലാതെ ഒരു ചികിത്സയും മനസ്സിലായില്ല. എന്ത് ചെയ്താൽ എന്റെ കോൺസ്റ്റിപ്പേഷൻ മാറും എന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഞാൻ കുറച്ചുകൂടെ സന്തോഷത്തോടെ പറഞ്ഞു, ഞാനും അത്രയും ഉദ്ദേശിച്ചു. നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ അത് ഏതൊക്കെ തരത്തിലുള്ളതാണെന്നും അതിനോടനുബന്ധിച്ച് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നും അത് ഏതൊക്കെ രോഗങ്ങളുടെ ലക്ഷണമാണെന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ട് നിങ്ങൾ അതൊരു ഡോക്ടറോട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പുസ്തകം എഴുതിയത്. അല്ലാതെ അതിൽ ചില പൊടിക്കൈകൾ വെച്ചുകൊണ്ട് ആ പൊടിക്കൈകൾക്കനുസരിച്ചുള്ള ചികിത്സയിലേക്ക് നിങ്ങൾ തന്നെ സ്വയം പോയിക്കൊണ്ട് നിങ്ങളുടെ അസുഖം മാറ്റുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമല്ല. അതിന് കുറെ പേരെ ഇവിടെ സർക്കാരും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പലവിധ കോഴ്സുകളുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ഈ സന്തോഷം തോന്നുന്നത്, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് പ്രയോജനപ്പെട്ടു എന്ന് തോന്നുന്നത്, ചില കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയുന്നത് ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഓരോ രോഗങ്ങളുടെയും സയൻസ് ആൻഡ് സിംറ്റംസ്, ഇതെല്ലാം ചില ആൾക്കാർക്ക് മാത്രമേ, ചില വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് മാത്രമേ അറിയാവൂ. ബാക്കിയുള്ളവർക്ക് എന്തോ കാട്ടിക്കൂട്ടി ചികിത്സിക്കലാണ് ഇവിടെ നടക്കുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. അവയ്ക്കൊരു പരിഹാരം ഉണ്ടാകണം എന്നും ഞാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഈ നമ്മളിപ്പോ എല്ലാ വിഭാഗക്കാരും ഇതൊക്കെ പഠിച്ചു തന്നെയാണ്, രോഗങ്ങളെ മനസ്സിലാക്കി തന്നെയാണ് നമ്മുടേതായ രീതിയിൽ ചികിത്സിക്കുന്നത് എന്നുള്ള ബോധം പബ്ലിക്കിനുണ്ടോ എന്ന് ചോദിച്ചാൽ പലർക്കുമില്ല എന്നുള്ള ഒരു മറുപടിയാണ് കിട്ടുക. അങ്ങനെ അത് ഒന്ന് പരിഹരിച്ചു കൊടുക്കണം എന്നൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചില ശാസ്ത്രീയ വാക്കുകൾ അല്ലെങ്കിൽ മെഡിക്കൽ ടേംസ് ഞാൻ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ ഇപ്പൊ ഈ ഗൂഗിളിന്റെയൊക്കെ ഒരു സഹായത്തോടു കൂടി പച്ചവെള്ളം പോലെ ആൾക്കാർക്ക് ബോധ്യമുണ്ട്. അപ്പോൾ കടിച്ചാ പൊട്ടാത്ത വാക്കുകളായി മാറിയിരിക്കുന്ന ഈ സംഗതികളെ നമ്മുടെ തന്നെ രോഗങ്ങളായി, നമ്മുടെ ഡയഗ്നോസിസുകളായി, നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന കാര്യങ്ങളായി മാറുന്ന ഒന്നായി പബ്ലിക്കിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം ആൾക്കാർക്ക് ഒന്നുകൂടെ പല വിധത്തിൽ, ഇപ്പൊ ഒരുപാട് വായിക്കുന്നതിനേക്കാൾ ചുരുക്കി വായിക്കുവാൻ ഈ 80 പേജ് സഹായകമാകുമെന്നുള്ള ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം കൂടെ പറയാം, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു ഡോക്ടർ തന്നെ ഇത് വായിച്ചാലും ഈ 80 പേജുകളിൽ നിന്നായി 100 പുതിയ കാര്യങ്ങൾ കിട്ടും. 100 പുതിയ കാര്യങ്ങൾ, ഇതുവരെ ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ കിട്ടും. അത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് തയ്യാറാക്കിയതിൽ നിന്ന് കിട്ടുന്നതാണ് എന്നുള്ളതും കൂടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും എൻ്റെ മുൻവർഷത്തെ 2 പുസ്തകങ്ങളെക്കാൾ കൂടുതലായി ഇപ്പോൾ ആൾക്കാർ ആവശ്യപ്പെടുന്ന ഒരു പുസ്തകമായി ഇത് മാറിയിട്ടുണ്ട് എന്നുള്ള സന്തോഷം കൂടെ പങ്കുവെക്കുന്നു. അതിനൊക്കെ ഈ മുൻപും എൻ്റെ പുസ്തക പരിചയം എനിക്ക് ഈ വേദിയിൽ അവതരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അവസരമുണ്ടായിട്ടുണ്ട്. അതിനേക്കാളൊക്കെ ഭംഗിയായി ഇപ്പൊ MB സന്തോഷ് അക്കാര്യം അവതരിപ്പിച്ചതിൽ അതിന് നേതൃത്വം കൊടുത്ത ഈ ടീമിന്, മനോജ് ഡോക്ടർക്ക് ഉൾപ്പെടെ, ഇപ്പം മനോജ് ഡോക്ടറെ ഇപ്പോഴായിരിക്കും MB സന്തോഷിന് മനസ്സിലായിട്ടുണ്ടാവുക, അന്ന് പഠിച്ച കാര്യങ്ങളും ഒക്കെ. അപ്പോ ആ ഒരു സൗഹൃദത്തിൽ നിന്നുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ വളരെ ഭംഗിയായിട്ട് ആ ഒരു സൗഹൃദം നിലനിർത്തിക്കൊണ്ട് അതിന്റെ ഈ എല്ലാ പ്രശ്നങ്ങളും മനസ്സിലാക്കിക്കൊണ്ട്, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ മകനും ഒരു ആയുർവേദ ഡോക്ടർ കൂടിയാണ്. അതോടൊപ്പം തിരുവനന്തപുരം ആയുർവേദ കോളേജിന്റെ PTA ഭാരവാഹിയാണ്. നമ്മുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു തൊഴിലും നമ്മളോടുള്ള ഒരു സ്നേഹവും അടുപ്പവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ പുസ്തകത്തെ ഇങ്ങനെ മനസ്സിലാക്കുവാൻ സാധിച്ചുവല്ലോ എന്നോർത്ത് അതിയായ സന്തോഷം. ഓരോ പബ്ലിക്കും ഇതുപോലെ ഈ പുസ്തകത്തെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഈ പരിശ്രമത്തിനും അതിയായ സന്തോഷം. എല്ലാവരിലൂടെയും ഈ പുസ്തകം ഇത് മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തി, ഇത് ഓരോ വാക്കുകളും അല്ലെങ്കിൽ ഓരോ വരിയും ഓരോ പുതിയ കാര്യങ്ങളും
നമുക്ക് മൊത്തത്തിൽ ഒരു പ്രയോജനം ഉണ്ടാകുന്ന ഒന്നായി മാറട്ടെ എന്ന് ആശംസിക്കുകയും ഇനി കൂടെ ചെയ്യുന്നു. ഇതിനൊരു അവസരം തന്നതിൽ വളരെ നന്ദി രേഖപ്പെടുത്തുന്നു. എന്തായാലും ഈ പറഞ്ഞ അവതരണം ഇപ്പൊ എനിക്ക് സന്തോഷ് സാറിനോട് പറയാനുള്ളത്, ഇത് ഒരു സീരീസ് ആയിട്ട് പല പുസ്തകങ്ങളെ കുറിച്ചും ഒരു റിവ്യൂ അല്ല ഏതെങ്കിലും എഴുതുന്നത് എനിക്കറിയില്ല. വളരെ മനോഹരമായിരുന്നു. ഇത്രയും കാലം കേട്ടതിൽ ഏറ്റവും നല്ലൊരു അവതരണമായിരുന്നു. വളരെ ലളിതമായിട്ട് തന്നെ ഇത്രയും ഭംഗിയായിട്ട് പറയാൻ കഴിയുന്നുള്ള അപാരമായ കഴിവ് തന്നെ ഒരു മാധ്യമ പ്രവർത്തനങ്ങളിൽ കിട്ടിയ കഴിവുകൊണ്ടായിരിക്കും. എന്തായാലും വളരെ ഭംഗിയായിരുന്നു. നമുക്കിനി ചർച്ചയിലേക്ക് പോകാം. എബ്രഹാം ഡോക്ടറെ. മനോജ് ഡോക്ടറെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. പറഞ്ഞു. തീർച്ചയായിട്ടും. കേരള സർക്കാരിന്റെ വിവിധങ്ങളായിട്ടുള്ള അവാർഡുകൾ വാരിക്കൂട്ടിയ മനുഷ്യനാണ് എം പി സന്തോഷ്. അതെ. അല്ല, അതിൽ ഒരു കാര്യം കൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. കേട്ടായിരുന്നു ഞാൻ പറഞ്ഞത്. കേരള സർക്കാരിന്റെ IMA-യുടെയും AMAIയുടെയും മാധ്യമ അവാർഡ് കിട്ടിയ സന്തോഷമുള്ള ഒരാളാണ് ഞാൻ. കഴിഞ്ഞ ഫാർമസി കൗൺസിൽ അവാർഡും എനിക്കായിരുന്നു. ബാക്കി അവാർഡിന്റെ കാര്യം പോയിട്ട് അപ്പൊ ഈ 3 അവാർഡും ആരോഗ്യ മേഖലയിൽ ഏറ്റവും ഒടുവിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതൊരു സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഇത് ഈ പുസ്തകങ്ങൾ നമുക്ക് ഒരു വലിയ സമൂഹത്തിന് തിരിച്ചറിവ് വന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ഈ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റുകളുടെ ആവശ്യം അതല്ല ആവശ്യം എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ പറയുമല്ലോ, രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കും ഏവനും നിർണയം എന്നാണ്. അപ്പോ ആ ഒരവസ്ഥയില് ഓരോരുത്തരും എവിടെയാണ് രക്ഷ എന്ന് തീർച്ചയായിട്ടും അന്വേഷിക്കും. ഇത് പ്രൊവൈഡ് ചെയ്യാൻ സമൂഹത്തിനും സർക്കാരിനും ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വീകരിക്കാൻ ജനങ്ങളും അതിനെക്കുറിച്ച് തിരിച്ചറിയണം എന്നുള്ളത് തന്നെയാണ് പ്രധാനം. എബ്രഹാം ഡോക്ടർ എന്ത് പറയുന്നു? ചർച്ചയിൽ പങ്കെടുക്കാൻ ദയവായിട്ട് ഹാൻഡ് റൈസ് ചെയ്യുക. ഡോക്ടർ എബ്രഹാം ഇതിനുണ്ടോ? ഈ IFPH പലതരം വിഷയങ്ങളെ കുറിച്ച് നമ്മൾ പ്രോഗ്രാമുകൾ വെക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് എടുത്ത് ഡോക്ടർ ജയപാൽ കാർഡിയോളജിസ്റ്റ് ആണ്. അതുപോലെ ഡോക്ടർ അനദർ കാർഡിയോളജിസ്റ്റ് നമ്മുടെ അജയ് കുമാർ സാർ വിദ്യാരാജ കോളേജിന്റെ മാനേജരും കോസ്മോപോളിറ്റൻ ഹോസ്പിറ്റലിലെ കാർഡിയോളജിസ്റ്റ് ആണ്. അദ്ദേഹം നമ്മുടെ വേദിയിൽ പങ്കെടുക്കാറുണ്ട്. അതുപോലെ അമേരിക്കയിലെ ഒരു ജനറൽ മെഡിസിൻ ഡോക്ടർ വേണുഗോപാൽ റെഡ്ഡിയാർ സ്ഥിരം പങ്കെടുക്കാറുണ്ട്. പിന്നെ ആയുർവേദത്തിലെ വൈദ്യകീയ സുഭാഷിതങ്ങൾ ഒരു 7 പാർട്ടായിട്ട് അവതരിപ്പിച്ച, ഇനി അത് ബാക്കിയുണ്ടോ, സേതുരാജ് തൃപ്പൂണിത്തുറ ആയുർവേദ കോളേജില. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അങ്ങേപോലുള്ള മാധ്യമ പ്രവർത്തകർ, ഈ ചലച്ചിത്ര രംഗത്തുള്ളവർ, നാടക രംഗത്തുള്ളവർ. ഇപ്പം 21-ാം തീയതി ലോക കവിതാ ദിനം വെച്ചിട്ടുണ്ട്. 27-ാം തീയതി ലോക നാടക ദിനം വെച്ചിട്ടുണ്ട്. ഇത് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും ഈ തലച്ചോറിനെ വികസിപ്പിക്കുക എന്നുള്ളതാണ്. ഇഗ്നൈറ്റഡ് മൈൻഡ്സ് ആവണം. ശരിക്കും അതാണ് നമുക്ക് ആവശ്യം. കാരണം ഡോക്ടർ എന്ന വാക്കിനർത്ഥത്തിൽ പണ്ഡിതൻ അർത്ഥം കൂടെ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും അതുണ്ടെങ്കിൽ മാത്രമേ രോഗിയെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഏറ്റവും നല്ല ഉദാഹരണം ഡോക്ടർ KN പൈ, ഡോക്ടർ MS വലിയസാൻ, ഇവരൊക്കെ തന്നെ എന്തുകൊണ്ട് അവർ ആ പൊസിഷനിൽ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പണ്ഡിതന്മാരായിരുന്നുള്ളതാണ്. ഡോക്ടർ CK രാമചന്ദ്രൻ, എനിക്ക് ഡോക്ടർ CK രാമചന്ദ്രന് ശേഷം ആയുർവേദത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങളും അല്ലെങ്കിൽ ഈ മാധ്യമമായിട്ട് ബന്ധമുള്ള വ്യക്തി ആയിരിക്കണം ഷർമത് ഖാൻ എന്ന് തോന്നുന്നു. സന്തോഷ് സാർ എന്ന് പറയുന്നു. അത് ഷർമത് ഖാൻ നന്നായിട്ട് എഴുതുന്നുണ്ടോ എന്നുള്ളതിനല്ല, വളരെ ലളിതമായി എഴുതുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ നർമ്മ ഇതിലൂടെയൊക്കെ കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. അതൊക്കെ ഒരു ഡോക്ടർക്ക് ഈ വായനയെ വളരെ എളുപ്പത്തിലാക്കാൻ സഹായിക്കുന്ന ഘടകമാണ്. അത് ഈ ഷർമത് ഖാന്റെ 3 പുസ്തകങ്ങളും വായിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയിലും അപ്പോൾ എനിക്കത് വളരെ ഇതായിട്ട് തോന്നി. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിന്റെ ഒരു ചർച്ച, ഈ പുസ്തക പ്രകാശനത്തിൽ പുസ്തകം ഏറ്റുവാങ്ങിയ ആളെന്നുള്ള നിലയിൽ അന്ന് തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് യഥാർത്ഥത്തിൽ നിങ്ങളോട് പറയാനുള്ളത് ഈ പുസ്തകത്തെക്കുറിച്ച് ആളുകൾ അറിയണം, അല്ലാതെ ഒരു പുസ്തക പ്രകാശനമല്ല ഇത് വേണ്ടത്. കാരണം ഇത് മലയാളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ഒരു മേഖല എന്ന് പറയുന്നത് ഈ ആരോഗ്യത്തെക്കുറിച്ചുള്ള ജ്ഞാനമാണ്. നമുക്കിപ്പോഴും അറിയാം, ഈ ആരോഗ്യ മാസികകളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നത്. സിനിമാ മാസികകളുടെയൊക്കെ കാലം കഴിഞ്ഞു. ഇപ്പൊ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നത് ആരോഗ്യവും ആത്മീയവുമാണ്. അപ്പൊ ഇത് രണ്ടും ഇതിൻ്റെയും പ്രസിദ്ധീകരണങ്ങൾ വലിയ തോതിൽ വിറ്റുപോകുന്നുണ്ട്. അപ്പോൾ അവിടെ നല്ല പുസ്തകങ്ങളും ശരിയായ അറിവുകളും കൊടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. അതിന് ഷർമത് ഖാൻ മുന്നോട്ട് വന്നത് സന്തോഷം. ഇനി താങ്കൾ ഉൾപ്പെടെ, ഡോക്ടർ മനോജ് ഉൾപ്പെടെ മറ്റുള്ളവരും വളരെ സജീവമായിട്ട് മുന്നോട്ട് വരണം എന്ന ഒരു അഭ്യർത്ഥന കൂടി എനിക്കുണ്ട്. ഓക്കെ, എന്തായാലും ഈ പറഞ്ഞ 2 ആയിൽ തുടങ്ങുന്നതാണല്ലോ, ആരോഗ്യമാണല്ലോ പറഞ്ഞത്. അപ്പം അക്ഷരാണാം അകാരോസ്മി, അക്ഷരങ്ങളിൽ അകാരം. അപ്പൊ അകാരത്തിന് പ്രാധാന്യം ഉള്ളതുകൊണ്ടായിരിക്കാം ആരോഗ്യത്തെ കുറിച്ചുള്ള പുസ്തകത്തിന് പ്രാധാന്യം വന്നത്. എബ്രഹാം ഡോക്ടറെ സംസാരിക്കാമോ?
ഹലോ, ആ കേൾക്കുന്നുണ്ടോ? കേൾക്കാം കേൾക്കാം. ആ, ഈ ഞാൻ വൈകിയ ഏറ്റവും ലേറ്റ് ആയിട്ടുള്ള സമയത്താണ് എൻ്റെ ക്ലാസ് നോക്കിയപ്പോഴത്തേക്ക് പുസ്തക പരിചയമാണെന്ന് അറിയുന്നത്. ഡോക്ടർ പേര് ഷെർസാദ് ഖാനോ അങ്ങനെയായിരുന്നു ഷർമദ് ഖാൻ. തോന്നുന്നു. ആ ഏഹ് ഷർമദ് ഖാൻ. ശർമ്മ ഖാൻ. കേട്ട് വായിൽ കൊള്ളാത്തൊരു പേരായിരിക്കുന്നു. അപ്പോ ഈ പുസ്തകത്തെ പറ്റി അവതരിപ്പിച്ചു. 5 നിമിഷം കൊണ്ട് അവതരിപ്പിച്ചതിന്റെ തന്നെ വളരെ ഡെപ്തുള്ള ഒരു പുസ്തകമാണെന്ന് മനസ്സിലായി. അത് സാധാരണക്കാർക്ക് തീർച്ചയായിട്ടും മനസ്സിലാകുന്ന ഭാഷയിലാണ് എഴുതിയേക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം കണ്ടു. ഞാൻ ഞാൻ ഈ പുസ്തകത്തില് ഞാൻ പറഞ്ഞു, ഡോക്ടർമാര് ഷൈൻ ചെയ്ത് ചുമ്മാ ആവശ്യമില്ലാത്ത മെഡിക്കൽ ഭാഷകളും ഒക്കെ അബ്രിവിയേഷൻസ് ഒക്കെ കൊണ്ട് രോഗികളെ പറഞ്ഞ് പീഡിപ്പിച്ച് എന്റെ രോഗികൾ കേൾക്കുമ്പോൾ എല്ലാം മനസ്സിലായി എന്നവർ തോന്നിക്കുന്ന അവരൊക്കെ സമ്മതിച്ചു പോകുന്ന അവസ്ഥയിലാണ് അവർ കച്ചവടം ചെയ്യുന്നത്. ഈ കച്ചവടത്തിനെതിരായിട്ടാണ് ഞാൻ എന്റെ പുസ്തകം ഇനി പറയാതെ വയ്യ എന്ന പുസ്തകം എഴുതിയത്. അപ്പോൾ ഞാൻ മോഡേൺ മെഡിസിനെ വിമർശിച്ച പുസ്തകമല്ലാതെ തീർച്ചയായിട്ടും വൈദ്യശാസ്ത്രത്തിന്റെ അശാസ്ത്രീയത, ശാസ്ത്രീയമെന്ന് പറയുന്ന വൈദ്യശാസ്ത്രത്തിന്റെ അശാസ്ത്രീയതയാണ് ഞാൻ അവതരിപ്പിച്ചത്. അതാണ് സാറിന്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ കേട്ടത്. പനിയെപ്പറ്റി വളരെ വിശദമായിട്ട് എഴുതിയതായിട്ട് കണ്ടു. എനിക്ക് അത്യാവശ്യമായിട്ട് പുസ്തകം വായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. വായിച്ചു കഴിഞ്ഞാൽ കൂടുതൽ സംവാദിക്കാനും ഡോക്ടറോട് കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പം എന്തായാലും ഈ പുസ്തകം ആ സ്ട്രക്ചർ കേട്ടാലറിയാം വളരെ ആഴത്തിൽ മനുഷ്യരെ സ്പർശിക്കാൻ പറ്റുന്നത്, ഇളക്കി വിടാൻ പറ്റുന്ന. ഇപ്പം വൈദ്യശാസ്ത്രം ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയി കുത്തുകഴിഞ്ഞ് വെക്കുന്നു. അമേരിക്കൻ കമ്പനികളൊക്കെ ഒന്ന് ഹോസ്പിറ്റൽ തുടങ്ങി നമ്മുടെ അടിച്ച് തകർത്ത് നമ്മുടെ ആരോഗ്യരംഗം തകർത്തുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് കരകയറാൻ ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ. പ്രത്യേകിച്ചും ഒരു മോഡേൺ മെഡിസിനിലെ ഡോക്ടർ ഇത്തരം ഒരു പുസ്തകം എഴുതി എന്നുള്ള ഒരുപാട് ഈ വിഷയം ഒരുപാട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഈ പനിയെ പറ്റിയും ഈ ചുമയെ പറ്റിയും ഇതിനെയൊക്കെ പറ്റി ഒരുപാട് പരാമർശിച്ചു. പ്രത്യേകിച്ചും ഈ ചെയ്തിട്ടുള്ള നാച്ചുറോപ്പതിക്കാരെയാണ് കൂടുതലും സംസാരിച്ചേക്കുന്നത്. അതുകൊണ്ടൊക്കെ എഴുതി കൊള്ളാവുന്ന കേൾക്കുകയും ഇത് ഒരു മോഡേൺ മെഡിസിൻ ഡോക്ടർ നിസ്സാരമായിട്ട് തള്ളക്കായി ഇത് അത് കേൾക്കുമ്പോഴത്തേക്ക് അവന് പെണ്ണ് തിരിച്ച് വീണ്ടും ഈ കേട്ടതെല്ലാം യാതൊരു പ്രയോജനമില്ലാത്തതായി പോകും. ഇപ്പം മോഡേൺ മെഡിസിനിലെ ഡോക്ടർ ഇത് പറയുമ്പോഴത്തേക്ക് ജനങ്ങളെ ഇത് ചിന്തിക്കാനാ. ഞാൻ മോഡേൺ മെഡിസിനെ കുറ്റപ്പെടുത്താനോ മോശമാക്കാനോ അല്ല. ഇതിലെ കച്ചവടം, ജനങ്ങളെ വഞ്ചിക്കുന്ന സംഗതി ഒഴിവാക്കണം. അശാസ്ത്രീയമായ ഒരുപാട് കാഴ്ച, ശാസ്ത്രീയമെന്ന് പറയുന്ന അശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ പനി തുടങ്ങിയാൽ തന്നെ അശാസ്ത്രീയത മൊത്തം വ്യക്തമായിട്ട് കാണാം. പ്രഷർ എടുത്ത് ഒരു മരുന്ന് കഴിച്ചു കഴിഞ്ഞ് ഞാൻ അത് അകപ്പെട്ടു പോയതാണ്. ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഈ പ്രഷറിന് കൊടുക്കുന്ന മരുന്ന് എത്രമാത്രം എവിടൊക്കെ സിസ്റ്റത്തിലെ ബാധിക്കുന്നത്, പ്രശ്നം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഈ ശാസ്ത്രീയമെന്ന് പറയുന്ന അശാസ്ത്രീയതയെ എതിർക്കപ്പെടേണ്ട ജനങ്ങൾ ബോധവൽക്കരിക്കപ്പെടേണ്ട അത്യാവശ്യമാണ്. അതിനെ ഏറ്റവും സഹായിക്കുന്ന ഒരു പുസ്തകമാണെന്ന് കരുതുന്നു. ഇത് വായിച്ചിട്ട് കൂടുതൽ സമ്പാദിക്കാൻ തയ്യാറാണ്. നന്ദി ഡോക്ടറെ. ഈ പുസ്തകം എഴുതി ജനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാക്കി കൊടുത്ത ഡോക്ടർക്ക് വളരെ അധികം നന്ദി. ഇതുപോലെ ഈ ഒരു ലേഖകനാണ്, ഒരു പത്രമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ് എഴുതിയതെന്ന് മനസ്സിലാക്കുന്നു. പകർത്തി എഴുതിയെന്ന് സന്തോഷ് സാറ്. സന്തോഷ് സാറിനും പരിചയപ്പെടുത്തിയ ആളാണ് പുസ്തകം പരിചയപ്പെടുത്തുന്നത്. പുസ്തകം പരിചയപ്പെടുത്തിയ സന്തോഷ് സാറിനും 5 മിനിറ്റ് കൊണ്ട് പരിചയപ്പെടുത്തിയ സന്തോഷ് സാറും വളരെ സന്തോഷം, അകമനീയ നന്ദി അറിയിക്കുന്നു. അതെ, 3 ചുവട് കൊണ്ട് 3 ലോകം അളന്നു എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് ഇദ്ദേഹത്തിന് അളന്നു എന്നുള്ള കാര്യം. ഡോക്ടർ ഷർമദ് ഇത് എങ്ങനെയാ അവൈലബിൾ ആകുന്നത്? ഓൺലൈൻ ഇത് കടകളിലാണോ അതോ എങ്ങനെയാണ്? ഒന്ന്, ചിന്ത പബ്ലിക്കേഷൻസിന് എല്ലാ ജില്ലകളിലും അതിന്റെ ഔട്ട്ലെറ്റുകൾ ഉണ്ട്, അവിടെ നിന്ന് വാങ്ങാവുന്നതാണ്. രണ്ടാമത്തത്, ഞാൻ വേണേ കൊറിയർ ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ അഡ്രസ്സ് എനിക്ക് തന്നാൽ മതി. ഡോക്ടറുടെ കളക്ട് ചെയ്യുന്നത് എനിക്കൊന്ന് സെൻഡ് ചെയ്ത് തന്നാൽ മതി അഡ്രസ്. ചിന്തയ്ക്ക് ഓൺലൈനിൽ പുസ്തകം വാങ്ങാനുള്ള സംവിധാനവും ഉണ്ട്. ചിന്ത പബ്ലിക്കേഷൻസ് ആണല്ലേ പബ്ലിഷ് ചെയ്യുന്നത് അല്ലേ? അതെ 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 അതെ. അഭിരാമി ഡോക്ടറെ കേട്ടോ, ഈ പ്രായമായിരിക്കുന്ന അവസ്ഥ ഒരു ചിന്തയെന്ന് കണ്ടുപിടിക്കാൻ വലിയ പാടാണ്. ഓൺലൈനായി കിട്ടിയ വളരെ സന്തോഷമായിരുന്നു. അതിന്
ഉള്ള എന്തെങ്കിലും മാർഗമുണ്ടോ? ഓൺലൈൻ എവിടെയെങ്കിലും ഇതിൽ ഇതുവഴി ആമസോൺ വഴിയെല്ലാം കിട്ടാൻ സാധ്യതയുണ്ടോ? ഇല്ലെങ്കിൽ ഏതെങ്കിലും വഴി ചെയ്യുന്നത് നല്ലതായിരുന്നു. ചിന്ത പബ്ലിഷേഴ്സിന്റെ വെബ്സൈറ്റിൽ പോയാൽ പുസ്തകം വാങ്ങാൻ പറ്റും. ആ, നോക്കട്ടെ, അതിന്റെ സാധ്യതയെ പറ്റി നോക്കാം. അല്ല, അത് പറ്റിയില്ലെങ്കിൽ എനിക്ക് അഡ്രസ് അയച്ചെന്ന് ഞാൻ കൊറിയർ ചെയ്ത് തരാമേ. ആ ശരി, അത് ഇത് പെയ്ഡായിട്ടായിരിക്കണം. TBBയിലോ അല്ലെങ്കിൽ ഇത് പേയ്മെന്റ് നടത്തുന്ന രീതിയിലായിരിക്കണം. ഒരു പുസ്തകം എഴുതിയെ കൊണ്ട് എനിക്ക് ഏറ്റവും മനസ്സിലായ കാര്യമാണ്. അങ്ങനെ തന്നെ. തീർച്ചയായിട്ടും പ്രായോഗിക വശം ചിന്തിക്കണമല്ലോ. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഡോക്ടർ രമാദേവി എമ്പാടി മേഡം ഉണ്ടോ? രമാദേവി എമ്പാടി, ഡോക്ടർ അഡ്മിറ്റ് ചെയ്യാമോ? ഉണ്ട് മനോജ്. ഞാൻ ഈ ബുക്കിനെ പറ്റി കേട്ടിട്ടില്ല. അതുകൊണ്ട് എന്തായാലും സന്തോഷ് പറഞ്ഞ ഒരു ഇത് കേൾക്കുകയാണെങ്കിൽ ഇപ്പൊ തന്നെ എനിക്കത് വാങ്ങിക്കണം എന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും ഞാനത് വാങ്ങിക്കും. എന്താ അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനെപ്പറ്റി അഭിപ്രായം പറയാം. ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയതിനും അതിനെ എൻകറേജ് ചെയ്യാൻ നമ്മളെപ്പോലുള്ളവർ തയ്യാറായതിനും എൻ്റെ അഭിനന്ദനങ്ങൾ. ഓക്കെ, തീർച്ചയായിട്ടും ഞാൻ ആ ബുക്ക് വാങ്ങിക്കും. പിന്നെ ആ ഡോക്ടർ ഖാന്റെ നമ്പറോ അല്ലെങ്കിൽ അഡ്രസ്സോ ഒന്ന് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടാൽ ഞങ്ങൾക്കൊക്കെ അത് ഉപയോഗമാവും. ഞാൻ തരാം. അത് കൂടെ ഷർമദ് ഖാൻ ഡോക്ടർ ഇതിൽ മെസ്സേജ് ഇടാമോ? ചാറ്റ് ബോക്സിൽ ഒന്ന് മെസ്സേജ് ഇടാമെങ്കിൽ എല്ലാവർക്കും, നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവർക്കും അത് ഉപയോഗമാവും. ഇപ്പൊ വൈദ്യര് പറഞ്ഞ പോലെ നമുക്കത് ഉപയോഗമാവും. ഞാൻ തീർച്ചയായിട്ടും അത് വായിക്കും. എനിക്കത് കേട്ടപ്പോൾ തന്നെ, നിരൂപണം കേട്ടപ്പോൾ തന്നെ, അത് മാത്രമല്ല മിസ്റ്റർ സന്തോഷ് അത് അസലായിട്ട് അത് വായിക്കണം എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കുന്ന വിധത്തില് പുസ്തക നിരൂപണം ചെയ്തു. അത് പറയാതിരിക്കാൻ വയ്യ. ഭയങ്കര സന്തോഷമായി. അതാ പുസ്തകത്തിന്റെ ഗുണമാണ്. അല്ല, എന്നാൽ ഈ നമ്മുടെ സംഗീത സംവിധായകരുടെ റോൾ, നമ്മളൊരു പാട്ട് വെറുതെ പുസ്തകത്തിൽ പേപ്പറിൽ എഴുതി വായിച്ച രസമാണ്. പക്ഷെ അതിപ്പോ ഹരിവരാസനം തന്നെ ഇത്ര കാലം, പക്ഷെ അത് ദേവരാജ അതേ സംഗീതം ചെയ്ത് യേശുദാസിന്റെ കൂടെ കേട്ടപ്പോഴാണല്ലോ ഇത്ര ഹരിവരാസനോട് മാറിയത്. ഇല്ലെങ്കിൽ അതായിരുന്നു എന്ന് പറഞ്ഞ പോലെ. അതെ, തീർച്ചയായിട്ടും വളരെ സന്തോഷം. വളരെ മനോഹരമായിരുന്നു. അറിയാമോ ഡോക്ടറെ? അൺമ്യൂട്ട് ചെയ്യാമോ? അറിയാമോ ഡോക്ടറെ? കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടർ വന്ന് ക്ലാസ് എടുത്ത പുസ്തകം ഞാൻ വാങ്ങിച്ചിരുന്നു. രോഗിയാകാൻ എന്താണ് ഇത്ര ധൃതി എന്നുള്ള. ഡോക്ടർ നെറ്റ് എന്താ പ്രശ്നമാണെന്ന് തോന്നുന്നു. നെറ്റ് പോയി. അറിയാമോ ഡോക്ടർ മുൻ DMO ആണ്, തൃശ്ശൂർ DMO ആയിരുന്നു ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റില്. ഡോക്ടറെ നെറ്റ് പ്രോബ്ലം ഉണ്ടെന്നാണല്ലോ. ഷർമദ് ഖാൻ ഡോക്ടർ മകൻ മറിയാമോടെ സംസാരിക്കാമോ? അതെ, ഞാനൊന്ന് പൊസിഷൻ മാറ്റിക്കോട്ടെ. ഷർമദ് ഖാന്റെ ഡോക്ടർ നമ്പർ ചാറ്റ് ബോക്സിലുണ്ട്, നോട്ട് ചെയ്താൽ മതി. 9447963481. 9447963481. ഡോക്ടർ ഷർമദ് ഖാൻ. വാട്സാപ്പും അതിൽ തന്നെ. വാട്സാപ്പ് പോലെ തന്നെ ഉണ്ട്. അപ്പൊ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? ഡോക്ടറുടെ ആ പുസ്തകത്തിന്റെ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ വാസ്തവത്തിൽ നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് പേരുകളാണ്. ഇപ്പൊ ശരിക്കും ഇതും കേട്ടിട്ട് നമുക്ക് എത്രയും വേഗം വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പം മറ്റേ രോഗിയാകാൻ എന്താണ് ഇത്ര ധൃതി എന്നുള്ള പുസ്തകം ഞാൻ വാങ്ങി. കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടറിന്റെ ആ ഒരു പുസ്തകത്തെക്കുറിച്ചായിരുന്നല്ലോ ഉണ്ടായിരുന്നേ. അത് ഞാൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഏതായാലും ഡോക്ടർക്ക് പൊതുജനങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ആ കൺസേൺ ആണ് ഈ പുസ്തകങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത്. ഇനി ഈ പുസ്തകം ഞാൻ എത്രയും വേഗം വാങ്ങിക്കുന്ന വാക്ക് തരിക. ഓക്കെ,
ഇത് കേട്ടപ്പോ ചങ്ങമ്പുഴയുടെ വരിയാണ് ഓർമ്മ വരുന്നത്. ആശയുൾത്താരിൽ ഏവനുമുണ്ടാം പേശലർ മലർ മാല്യം വാങ്ങുവാനെന്ന് എന്ന് പറഞ്ഞ പുസ്തകം കേട്ട് കഴിഞ്ഞപ്പോഴത്തെ എല്ലാവർക്കും വളരെ സന്തോഷം. എന്തായാലും അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ് കഴിഞ്ഞപ്പോഴേ തന്നെ വാങ്ങിക്കണം എന്നുള്ള അതിയായ മോഹം ഉണ്ടായത്. അങ്ങനെയാണത് ഞാനത് വാങ്ങിച്ചത്. അതുകൊണ്ട് ഡോക്ടറുടെ പുസ്തകം പേര് തന്നെ കേൾക്കുമ്പോൾ നമുക്ക് താല്പര്യം വരികയാണ്. അതെ, വളരെ ആകർഷണീയമായ രീതിയിൽ പറഞ്ഞ എന്താ ഇറക്കാൻ കഴിയുന്ന വളരെ വലിയ കാര്യമല്ലേ. മാത്രമല്ല അപാരമായ കഴിവുകളുള്ളവരാണ് അവരൊക്കെ തന്നെ. ഇത്രയധികം തിരക്കുള്ള ഒരു സർക്കാർ സർവീസില് ഒരു ഡോക്ടർ ആയിരിക്കുമ്പോൾ ജോലി അറിയാം എന്തെല്ലാമാണെന്ന് അറിയാമല്ലോ. ക്ലർക്ക് പണിയോട്ട് ഒരുപാട് തരം പണികളുണ്ട്. ഇടയിൽ കൂടെ ഇത്രയൊക്കെ ഒപ്പിക്കുന്നുള്ള ശരിക്കും ഞാൻ അത്ഭുതത്തോടാണ് കാണുന്നത്. എന്താ പറയാമെന്ന് കേൾക്കാമോ? ഡോക്ടർ പറയാമോ? ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. പറഞ്ഞോളൂ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഓരോ ഓരോ ചാപ്റ്ററുകളുടെയും പേരിടുന്നതും അതുപോലെ തന്നെ ഓരോ പുസ്തകത്തിന്റെയും പേരിടുന്നതിനും എന്നെ ഏറ്റവും സഹായിച്ചിട്ടുള്ളത് ഡിസൈൻ ചെയ്യുന്ന ഒരു പേരുണ്ട്. ആ എളുപ്പം എന്ന് ഞാൻ പഠിച്ചത് നിങ്ങൾ എഴുതിയുമ്പോ അതിന്റെ ടൈറ്റിൽസ് അവരിടുന്നതാണ്. അപ്പൊ ഈ ആൾക്കാർ മനസ്സിൽ വെച്ചിട്ട് തിരിച്ചു നമ്മൾ നെറ്റ് പ്രോബ്ലം തോന്നുന്നുണ്ടല്ലോ. നെറ്റ് പോയല്ലോ. അൺമ്യൂട്ട് ചെയ്യണേ, മ്യൂട്ടാണേ. ഈ സമയത്ത് ഞാൻ മാധ്യമ പ്രവർത്തകർ എനിക്ക് നൽകിയ ആ ഒരു ഇടപെടൽ അല്ലെങ്കിൽ നമുക്ക് തന്നൊരു നിർദ്ദേശം, എങ്ങനെയുള്ള വാക്കുകളാണ് ആൾക്കാർ പെട്ടെന്ന് മനസ്സിലാക്കുന്നത്, എങ്ങനെയുള്ള ടൈറ്റിൽസ് ആണ് ആൾക്കാർ പെട്ടെന്ന് കണ്ടിട്ട് ബാക്കി വായിക്കുന്നത് എന്നൊക്കെ കൃത്യമായി പറഞ്ഞു തന്നത് ഞാൻ ഇപ്പൊ ഓർമ്മിക്കുന്നു, സന്തോഷിന്റെ സാന്നിധ്യത്തിൽ പ്രത്യേകിച്ചു. അതെ, അത് വളരെ നിർണായകമായ ഒരു കാര്യമാണല്ലോ. ചെറിയ അതെ. ഇനി ആരെങ്കിലും സംസാരിക്കുക ദയവായിട്ട് ഹാൻഡ് റൈസ് ചെയ്യുക. ഹരികുമാർ ഡോക്ടർ ഉണ്ടോ? ഹരികുമാർ ഡോക്ടർ ഹരികുമാർ അൺമ്യൂട്ട് ചെയ്യാമോ? അദ്ദേഹം 3 സിസ്റ്റത്തിലും ബിരുദാനന്തര ബിരുദമുള്ള അപൂർവ വ്യക്തിത്വമുള്ള ഡോക്ടർ ഹരികുമാർ അൺമ്യൂട്ട് ചെയ്യാമോ? തൊട്ട് മുമ്പത്തെ ഇംഗ്ലീഷ് സെഷൻ പുള്ളിയുടെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. ഷർമദിന്റെ മകനുണ്ട് ഫൈസൽ, ഡോക്ടർ ഫൈസൽ ഖാൻ അൺമ്യൂട്ട് ചെയ്യാമോ? അച്ഛന്റെ പുസ്തകത്തെ കുറിച്ച് മകന്റെ അഭിപ്രായം അറിയണമല്ലോ. മ്യൂട്ട് ചെയ്തു. സംസാരിച്ചോളൂ, കേൾക്കാം. കാണാം. കാണാം. ഓക്കെ. ആ ബുക്ക് ഉണ്ട്. അപ്പം ആദ്യത്തെ ബുക്ക് മരുന്ന് മാത്രമാണോ ചികിത്സ, അത് നമ്മളെ ഫ്രണ്ട്സ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ആയുർവേദം അല്ലാത്തവരും വാങ്ങി വായിച്ചിട്ട് എല്ലാം മനസ്സിലായി അങ്ങനെയാ പറഞ്ഞത്. പൊതുവെ സാധാരണ ആൾക്കാർക്കും എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് 3 ബുക്കും എഴുതിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിലാണ് 3 ബുക്കും എഴുതിയിരിക്കണം. അപ്പൊ എല്ലാരും വായിച്ചിട്ട് അഭിപ്രായമൊക്കെ പറയുക. മകൻ കഴക്കൂട്ടത്തല്ലേ? എവിടെ പ്രാക്ടീസ്? കഴക്കൂട്ടത്തല്ലേ? വീട്ടിൽ തന്നെയാണ്, കഴക്കൂട്ടം. ഓക്കെ. ശേഷം കടം. ആയുർവേദം PG ആയോ? PG അല്ല, ഇപ്പൊ UG കഴിഞ്ഞു. വീട്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. സന്തോഷം. എന്തായാലും ഈ പറഞ്ഞ അച്ഛന്റെ വഴി തന്നെ പോകുന്നുണ്ട്. അത് തന്നെ വലിയ കാര്യം. പൊതുവെ കാണുന്ന ട്രെൻഡ് അതാണല്ലോ. ഓക്കെ. ഈ പുസ്തകത്തെ കുറിച്ച് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടായിരുന്നോ? അൺമ്യൂട്ട് ചെയ്യണേ. നിർദ്ദേശമല്ല, ഞാൻ ബുക്ക് വായിച്ചായിരുന്നു. അപ്പോ
ആ അതിലെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ്. അപ്പോ ഇതുപോലെ പഥ്യം കാര്യങ്ങളൊക്കെ പൊതുവെ എല്ലാവർക്കും പാലിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും മരുന്ന് ആണ് കൂടുതൽ താല്പര്യം. അപ്പൊ അതിന്റെ ഒരു ഇമ്പോർട്ടൻസും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബുക്കാണ്. അപ്പോ എല്ലാവരും വായിക്കുക. ഈ പഥ്യം എന്ന വാക്ക് നമ്മൾ ഈ അന്യായം ബോധിപ്പിച്ചു എന്നുള്ള ഇപ്പൊ കോടതിയിൽ അന്യായം കൊടുത്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഥ്യം എന്ന് പറയുന്നത് രോഗത്തിന് പഥ്യമായ എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ ആൾക്കാർ അല്ലേ ഷർമദ് ഖാൻ ഡോക്ടർ എന്ത് പറഞ്ഞു പഥ്യത്തെ അല്ല, കുറിച്ച്? ഷുഗറുള്ള ഇപ്പൊ പേഷ്യൻസ് വന്നാലും അവർക്ക് മധുരം അതെ അതെ ഒഴിവാക്കാൻ ബുദ്ധിമുട്ടാണ്. എന്താ പഥ്യത്തെ കുറിച്ച് ഡോക്ടർ പറയാനുള്ളത് എന്താ ഷർമദ് ഖാൻ ഡോക്ടറെ? ഫൈസൽ പറഞ്ഞ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് അവരുടെ അസുഖത്തിനനുസരിച്ച് ഡോക്ടർ ചില റെസ്ട്രിക്ഷൻസ് പറയരുത്. പകരം മരുന്ന് തന്നാൽ എന്താണോ അവർ ഇതുവരെ ശീലിച്ചിട്ടുള്ളത് അത് കഴിക്കാനും ഉപയോഗിക്കാനും അനുവദിക്കുന്നതിനൊപ്പം ഞാൻ മരുന്നും കൂടെ കഴിച്ചോളാം. ഇങ്ങനെ രോഗികൾ മാറിയിട്ടുണ്ട്. ആക്ച്വലി പഥ്യം എന്ന് പറയുന്നത് പഥ്യവും അപഥ്യവും ഒക്കെ എൻ്റെ പഴയ രണ്ടാമത്തെ പുസ്തകത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഒരു രോഗം മാറുന്നതിന് ഏറ്റവും അനുകൂലമായ ഭക്ഷണവും ശീലങ്ങളും അതാണ് പഥ്യം. അത് അപഥ്യം എന്ന് പറയുന്നത് ഒരു രോഗത്തെ വർദ്ധിപ്പിക്കുന്നതിന് അനുകൂലമായ ഭക്ഷണവും ശീലങ്ങളും അതാണ് അപഥ്യം. പക്ഷെ രോഗികളൊക്കെ ഇത് തിരിച്ചാ ചിന്തിച്ചിരിക്കുന്നത്. പഥ്യവും അപഥ്യവും തമ്മിലങ്ങ് മാറിപ്പോയി. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ഇതുപോലുള്ള ചികിത്സകളൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് എനിക്ക് വയ്യ അവരുടെ അടുത്ത് പോയിട്ട് ആ പഥ്യങ്ങളൊക്കെ നോക്കാൻ. ഇപ്പം മരുന്ന് പേടിച്ചാണ് ആൾക്കാരൊക്കെ ഇതുപോലുള്ള നമ്മുടെ സിസ്റ്റങ്ങളിലേക്കൊക്കെ വരുന്നത്. ഞാനിപ്പോ എല്ലാവരോടും പറയാറുള്ളത് ഈ അലോപ്പതിയെ പേടിയുള്ള കുറെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് മറ്റ് സിസ്റ്റങ്ങളിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. പിന്നെ മറ്റ് സിസ്റ്റങ്ങൾ ഏറ്റവും സുരക്ഷിതമാണ് എന്ന് വിചാരിച്ച് അതിനു തന്നെ പിന്നെ ഉറച്ചു നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇനി മൂന്നാമതൊരു വിഭാഗമുണ്ട്. അതെന്ന് പറഞ്ഞാൽ അലോപ്പതിയുടെ ദോഷങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ആ മരുന്നുകളുടെ കുഴപ്പങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരു ചികിത്സയും ചെയ്യാത്ത ആൾക്കാരുണ്ട്. അവരെയാണ് നമ്മൾ പേടിക്കേണ്ടതും അവരെയാണ് നേർവഴിക്ക് നടത്തേണ്ടതും എന്നാണ് എൻ്റെ അഭിപ്രായം. അതെ, ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. വളരെ വിചിത്രമായ രീതിയിൽ പോകുന്ന ആൾക്കാരും ഉണ്ടെന്നുള്ളതാണ്. ഇത് ഡയറ്റ് തന്നെ പ്രോട്ടീൻ എന്തോ അങ്ങനെ പ്രോട്ടീൻ മാത്രം കഴിക്കുന്ന ആൾക്കാരുണ്ട്, പിന്നെ കാർബോഹൈഡ്രേറ്റ് കഴിക്കാത്തവരുണ്ട്. ഇപ്പം അങ്ങനെ പല, പക്ഷേ എന്നിരുന്നാൽ പോലും ഓരോന്നിനും ഈ അവരുടേതായ ശരീരപ്രകൃതവും പാരമ്പര്യവും എപ്പോഴും രോഗത്തിലൊരു നിർണായക ഘടകമാണെന്നുള്ളത് സത്യമാണ്. ഇപ്പൊ വൈക്കം മുഹമ്മദ് ബഷീർ വലിയ പുകവലിക്കാരനാണ്, പക്ഷെ അദ്ദേഹത്തിന് ക്യാൻസർ വന്നിട്ടില്ലല്ലോ. അപ്പോൾ അതൊരു ഈ പറഞ്ഞ പോലെ ഒരു മെയിൻറ്റെയിനിങ് കോസ്റ്റ് മാത്രമേ ആവുന്നുള്ളൂ. ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുന്നത് പാരമ്പര്യവും കോൺസ്റ്റിറ്റ്യൂഷനുമാണെന്നുള്ള പരമാർത്ഥം. എന്ത് പറയുന്നു നമുക്ക് ഡോക്ടറെ? തീർച്ചയായും എനിക്ക് തോന്നുന്നത് നമ്മളെ പോലെയുള്ള ആൾക്കാരുടെ ഏറ്റവും പ്രധാന ജോലി എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാർക്ക് മരുന്ന് കൊടുത്ത് അയക്കുക അല്ല. അത് നമ്മുടെ പ്രധാന ജോലിയായി കാണരുത്. മറിച്ചും ജീവിക്കുവാനുള്ള മാർഗങ്ങളും അതുപോലെ രക്ഷിക്കുകയും വേണം. അതോടൊപ്പം അസുഖങ്ങളിൽ നിന്ന് മോചനവും വേണം. ഇത് രണ്ടിനും വേണ്ടിയിട്ട് എവിടെയാണോ ഒരു ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണ്ടത്, നമ്മൾ അതിന്റെ പുറകിൽ തന്നെ നിൽക്കേണ്ടവരാണ്. അത് നമ്മൾ ഇപ്പോൾ ഒരു ചെറിയ ടീമാണെങ്കിൽ കുറെ കൂടി നമ്മുടെ ആൾക്കാരുടെ എണ്ണം വർദ്ധിപ്പിച്ച് പൊതുജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് നമ്മൾ മാറണം. അല്ലാതെ മരുന്ന് കഴിച്ചൊരു മനുഷ്യന്റെ രോഗം മാറാൻ പോണില്ല. മരുന്ന് എങ്കിൽ പിന്നെ ഈ ഓരോ അസുഖങ്ങൾ, പ്രത്യേകിച്ച് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഒക്കെ വന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുന്ന ആൾക്കാരൊക്കെ ഇതിനിടയ്ക്ക് വെച്ച രോഗങ്ങളൊക്കെ മാറ്റി എടുത്ത് കാണിച്ചു തരണമല്ലോ. അങ്ങനെ സംഭവമേ ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് അവർക്ക് പ്രയോജനമുണ്ടാകണമെങ്കിൽ നമ്മൾ പറയുന്ന പഥ്യങ്ങളും നമ്മൾ പറയുന്ന ജീവിത രീതികളും ഒക്കെ കൂടി പാലിക്കണമെന്നുള്ളൊരു ബോധം ഇനിയും ഉണ്ടാക്കി കൊടുക്കേണ്ടിയിരിക്കുന്നു. ആൾക്കാർ സമയമില്ല എന്ന് പറയുന്നതൊക്കെ വെറുതെയാണ്. അവരുടെ സമയങ്ങളൊക്കെ മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ട് ഈ ചികിത്സയ്ക്ക് വേണ്ടി ദൈവം ആർക്കും പ്രത്യേകിച്ച് സമയമൊന്നും കൊടുക്കാൻ പോണില്ല. ഇത് മനസ്സിലാക്കി കൊടുക്കുക. പലരുടെയും ഒരു ആവശ്യം ഇതാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നിങ്ങൾ എനിക്ക് മരുന്ന് തരൂ, ഞാൻ കഴിച്ചോളാം എന്ന് പറയുന്നത്. എത്ര മരുന്നുകളായി ഇപ്പോൾ ആൾക്കാർ കഴിക്കുന്നത്? എന്താണ് അതിന്റെ പ്രയോജനം എന്ന് വെച്ചാൽ മരുന്ന് കഴിച്ച് കൂടുതൽ രോഗിയായി മാറിക്കൊണ്ടിരിക്കുകയല്ലേ. നമുക്കറിയാം ജീവിതശൈലി രോഗത്തിന് NCD ക്ലിനിക്കൽ തുടങ്ങിയപ്പോൾ ഡയാലിസിസ് യൂണിറ്റിൽ ധാരാളമായിട്ടുണ്ട്. ഒരുപാട് പേരെ കണ്ടമാനം വെറുതെ ബേസ്ഡ് ഓൺ എംഡി സ്പെക്കുലേഷൻ ധാരാളം മരുന്ന് കഴിക്കുകയും എന്താ സംഭവിച്ചത്? ഓരോ പഞ്ചായത്തുകളിലും ഒരു 10 വർഷം മുമ്പ് ഉണ്ടായിരുന്നതിന്റെ 10 ഇരട്ടി രോഗികൾ ഇപ്പൊ ഡയാലിസിസ് രോഗികളുണ്ട്, ആവശ്യമുള്ളതായിട്ട് മാറിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ മനോജ് ഡോക്ടറെ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചിട്ടില്ലേ? നമുക്ക് പ്രത്യേകിച്ചും അറിയാം. അത്
പദ്ധതികൾക്കനുസരിച്ച് നമ്മൾ മരുന്ന് വാങ്ങി വെക്കും. ആ മരുന്ന് വാങ്ങി വെക്കുന്നതിനനുസരിച്ച് ആൾക്കാരെ കണ്ടെത്തും, എന്നിട്ട് അവരെ കൊണ്ട് മരുന്ന് കഴിപ്പിക്കും. ഇതൊക്കെ പുറത്തു പറയാൻ കൊള്ളാമോ എന്നുള്ളതാണ് മറുവശം. അതെ, തീർച്ചയായിട്ടും അത്തരം പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. പീതാംബരൻ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യാമോ? പീതാംബരൻ ഡോക്ടറെ, ഡിപ്പാർട്ട്മെന്റിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പീതാംബരൻ സാർ അൺമ്യൂട്ട് ചെയ്യാമോ? ദയവായിട്ട് ചർച്ചയിൽ പങ്കെടുക്കുക. എല്ലാവർക്കും വേണ്ടി വെച്ചൊരു പ്രോഗ്രാമാണ്. അപ്പൊ പരമാവധി ആൾക്കാർ നമ്മുടെ പുതിയ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതും കൂടെ വേണം. അതുപോലെ എനിക്ക് ആയുർവേദത്തിൽ ഇവിടെ പ്രധാന രസകരമായ ഒരു കാര്യം തോന്നിയിട്ടുള്ളത്, വൈദ്യം തള്ളേണ്ട രോഗികൾ എന്ന് 10 ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ? ഏതൊക്കെ രോഗികളെ ചികിത്സിക്കാൻ പാടില്ല എന്നുള്ളത് അല്ലേ? വൈദ്യമാനി ദുഃഖിവർ, വൈദ്യം തള്ളേണ്ട രോഗികൾ എന്ന് പറയും അല്ലേ? 10 പറയുന്നുണ്ട്. വളരെ ഞാൻ പലപ്പോഴും ആലോചിച്ചു ഡിസ്പെൻസറിൽ ബോർഡ് വെച്ചാലോ എന്ന് ആലോചിക്കും. കാരണം പലപ്പോഴും പറയും സമയമില്ല, ഡോക്ടറെ കാണാൻ നേരമില്ല, അതുകൊണ്ട് ആരെങ്കിലും മരുന്ന് വാങ്ങി പറഞ്ഞു വിടുക, അല്ലെങ്കിൽ പറയുന്ന പോലെ അങ്ങനെ അല്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കഴിക്കുക. ഇപ്പൊ 10 തരത്തില് ഏതൊക്കെ ഡോക്ടറെ പറയുന്നത്? അതെല്ലാം ഈ സംസ്കൃത വാക്കുകളായതുകൊണ്ടേ പിന്നെ അതില് നമുക്ക് ഇപ്പോ അങ്ങനെ തള്ളാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാർ ഉൾപ്പെട്ടിട്ടുണ്ട്. പണ്ട് കാലത്തൊക്കെ പറയാമായിരുന്നെങ്കിൽ പോലും. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഒരു വാക്ക് പറയാവുന്നത് ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാത്തവരെ പോലും ഒഴിവാക്കണമെന്നാണ്. അതെ അതെ. ഇപ്പൊ അങ്ങനെയല്ല സാർ. ഇപ്പൊ ഞാൻ പറയുന്നത് 16 വയസ്സുള്ള ഒരു പയ്യൻ കൊളസ്ട്രോള് ആയിട്ട് ലിപ്പിഡ് പ്രൊഫൈലൊക്കെ കൂടിയിട്ട് മരുന്ന് വാങ്ങിക്കാൻ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു മാസം നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് മോഡിഫൈ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ അയാൾ തിരിച്ചു ചോദിക്കുന്നത് സർക്കാർ വാങ്ങി തന്നിരിക്കുന്ന ഈ പ്രോജക്റ്റ് വഴിയുള്ള മരുന്നൊക്കെ പിന്നെ ഞങ്ങൾക്ക് തരാൻ വേണ്ടി അല്ലേ ഡോക്ടറെ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോകും. അതെ, തീർച്ചയായിട്ടും അതൊരു പ്രശ്നം തന്നെയാണ്. അതെ, അതുപോലെ തന്നെയാണ് ഈ പലപ്പോഴും ആളുകൾക്ക് മരുന്നുകളുടെ എണ്ണം ഏറ്റവും കൂടുതൽ ഡോക്ടറാണ് ഏറ്റവും മിടുക്കൻ എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ പലപ്പോഴും വെള്ളം കുടിക്കുന്ന ഒരു കാര്യമാണത്. പിന്നെ ഓരോ വർഷം തോറും അതിന്റെ എമൗണ്ട് കൂടിക്കൊണ്ടിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ പ്രോഗ്രസ് ഇല്ലാന്നൊരു കൺസെപ്റ്റ്. ധാരാളം പ്രശ്നങ്ങൾ ചികിത്സാ രംഗത്തുണ്ട്. പ്രസവൻ ഡോക്ടർ സംസാരിക്കുമോ? പ്രസവൻ ഡോക്ടറെ, ഡോക്ടർ പ്രശോഭൻ അൺമ്യൂട്ട് ചെയ്യാമോ ഡോക്ടറെ? റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പൊ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് സന്തോഷ് സാറിന് എന്താ ഇത്രയും ഈ കേട്ടകളിൽ എന്താ പറയാനുള്ളത്? അൺമ്യൂട്ട് ചെയ്യാമോ സാർ? ഹലോ, ആ ചോദ്യം ഒന്നുകൂടെ പറയാമോ സാറേ? അതായത് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു കാര്യം കൂടെ അത് വ്യക്തമാക്കാം. അതായത് ഞങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നാണ് ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ താങ്കളുടെ അഭിപ്രായം? എന്ത് മാറ്റം അല്ലെങ്കിൽ ഒരു ആരോഗ്യപരമായ മാറ്റം ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നിലവിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടോ? അത് എങ്ങനെ മാറ്റിയാൽ പൊതുജനങ്ങൾക്ക് കുറച്ചുകൂടെ ആരോഗ്യമുണ്ടാകുന്ന, അതനുസരിക്കുന്ന ആൾക്കാരായി അവർ മാറുന്ന ഒരു സമീപനം ഉണ്ടാകും? അത് തന്നെയല്ലേ മനോജ് ഡോക്ടർ ഉദ്ദേശിച്ചത്? അതെ, കറക്റ്റ്. അതെ അതെ, തീർച്ചയായിട്ടും ഒരു രോഗിയോട് ഒരു ഡോക്ടർ ചിരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ തന്നെ ആ രോഗിയുടെ അസുഖം പകുതി പോകും എന്ന് പറയുന്നത് പലപ്പോഴും അനുഭവിച്ച ആളാണ്. നമ്മളടുത്ത് ഒരു ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ ചിരിച്ചുകൊണ്ട് വരൂ, ഇരിക്കൂ എന്ന് പറഞ്ഞ് വളരെ പ്ലസന്റ് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ ആ രോഗി, ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ നിലവിലുള്ള അവസ്ഥയിൽ ഒരുപാട് രോഗികളുടെ സമ്മർദ്ദമൊക്കെ ഉണ്ടാവും. പക്ഷേ ഓരോരുത്തരും ഇപ്പോൾ ഒരു രോഗിക്ക് ഇപ്പോൾ ഡോക്ടർ സർബദ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, നഖത്തിന് ഇപ്പോൾ നഖം ചുറ്റൽ വരുമ്പോൾ അതിന്റെ വേദന വരുമ്പോഴാണ് നമുക്ക് അത് ഏറ്റവും വലിയ രോഗമാണെന്ന് നമുക്ക് തിരിച്ചറിയുന്നത്. ഇപ്പോൾ ഒരുപക്ഷെ ഹാർട്ട് അറ്റാക്ക് ഉള്ള ഒരാളിന് അതിനേക്കാൾ വേദന ചിലപ്പോൾ നഖച്ചുറ്റലിൽ വരും. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും ഡോക്ടറെ കാണാൻ എത്തുന്നത് അവർ ഏറ്റവും വലിയ വേദനയോ ഇല്ലെങ്കിൽ സമാശ്വാസമോ തേടിയാണ്. അപ്പൊ അവരെ ആ രീതിയിൽ കാണുക എന്നുള്ളത് പ്രധാനമാണ്. അതുപോലെ തന്നെ ഈ പുസ്തകത്തിലൊക്കെ പറയുന്നുണ്ട് ഒരു ഡോക്ടറെ കണ്ട് ചികിത്സിക്കുകയാണ്. പക്ഷേ നമുക്കൊരു ചെറിയ പനി വന്നു,
ഇതിൽ തന്നെ പനി വരുന്നു. ഈ പനി വരുമ്പോൾ മുമ്പ് പലപ്പോഴും നമ്മളുടെയൊക്കെ വീട്ടിൽ പനി വരുമ്പോൾ പനിക്കൂർക്ക പിഴിഞ്ഞു തരിക, ഇല്ലെങ്കിൽ ഈ കുരുമുളകും കരിപ്പട്ടിയൊക്കെ ഇട്ട് കാപ്പി കുടിക്കുക. അത് എത്ര ദിവസം തുടരണം എന്നുള്ളതിനെ പറ്റി ഒരു ആധികാരികമായിട്ട് ആരും പറയുന്നില്ല. ഇപ്പോൾ ഒരു അസുഖം വന്ന ഉടൻ ഓടി ഡോക്ടറെ അടുത്ത് വരേണ്ടതുണ്ടോ, എപ്പോഴാണ് ഒരു ഡോക്ടറെ കാണേണ്ടത് എന്നുള്ളതിനെ പറ്റി ഒരു വിദ്യാഭ്യാസവും ഇവിടെ ഒരു രോഗിയും ചെയ്യുന്നില്ല. പിന്നെ വേറൊരു കാര്യം, ഈ രോഗിയുടെ അവകാശത്തെക്കുറിച്ച് ഒരുപക്ഷെ ഏറ്റവും കുറച്ചു മാത്രം ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് കേരളീയ സമൂഹം. ഇപ്പോ പ്രിസ്ക്രിപ്ഷന്റെ കാര്യത്തിൽ ഞാൻ നോക്കുമ്പോൾ ആ പ്രിസ്ക്രിപ്ഷൻ ഞാൻ കഴിഞ്ഞ ഒരു 3 പതിറ്റാണ്ടിലേറെയായിട്ട് ഹെൽത്ത് എൻ്റെ ഒരു പ്രധാന മേഖലയായി കണ്ട് എൻ്റെ താല്പര്യം കൊണ്ട് ഞാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ അപ്പോഴൊക്കെ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു പ്രിസ്ക്രിപ്ഷൻ കണ്ടാൽ ആ പ്രിസ്ക്രിപ്ഷൻ ഒരു സാധാരണക്കാരന് അതിലൊന്നും മനസ്സിലാവില്ല. കാരണം ഇപ്പം ഞാനൊരു രോഗിയാണ്, ഞാൻ ഒരു MA കാരനാണ്, ഇല്ലെങ്കിൽ ഒരു BA കാരനാണ് എന്ന് ഉണ്ടെങ്കിൽ അതിൽ എഴുതിയിരിക്കുന്ന ഭാഷ, അത് മലയാളത്തിൽ ഇപ്പോൾ എഴുതണമെന്നൊന്നും പറയുന്നില്ല. ഇപ്പോൾ ഇംഗ്ലീഷിലാണ് എഴുതേണ്ടതെങ്കിൽ, ഇപ്പോൾ ഭരണഭാഷ മലയാളമാണ്, അപ്പോൾ മലയാളത്തിൽ പ്രിസ്ക്രിപ്ഷന് എഴുതേണ്ട കാര്യമുണ്ട്. പക്ഷെ മരുന്നിൻ്റെ കാര്യം ഇപ്പം അത് എഴുതിയാൽ നടക്കില്ല എന്ന് വിചാരിക്കാം. പക്ഷേ ഇംഗ്ലീഷിലായിക്കോട്ടെ, പക്ഷെ അതിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത്, ഇപ്പോൾ ഒരാളിന് ബ്ലഡ് എന്തിനാ ബ്ലഡിന്റെ കാര്യം വേണ്ട, നിങ്ങൾ എത്ര നേരം മരുന്ന് കഴിക്കണമെന്നുള്ളത് മുമ്പൊക്കെ ഡോക്ടർമാര് 1-1-1 എന്നൊക്കെ ഇട്ട് ഗുളിക 3 നേരം എന്ന് പറയും. ഇപ്പൊ TSB അങ്ങനെയൊക്കെയുള്ള 3 ലെറ്ററൊക്കെ എഴുതിയിട്ട് മാറുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ അതിനേക്കാൾ ഉപരി ആളുകളെ എങ്ങനെ നമ്മൾ ആരോഗ്യ മേഖലയിൽ അറിവുള്ളവരാക്കാൻ, അവർ ഈ പറയുന്ന പുസ്തകം വായിച്ചാലേ എല്ലാവർക്കും അറിവൊന്നും ഉണ്ടാവുന്നില്ല. ഇപ്പൊ എനിക്കൊരു രോഗമുണ്ടെങ്കിൽ ആ രോഗം എനിക്ക് തിരിച്ചറിഞ്ഞിട്ട് എൻ്റെ ചികിത്സ ഇതാണ്, അതിനുള്ള മരുന്നുകളാണ് ഞാൻ തരുന്നത്. പക്ഷെ ഇത് ഓരോ രോഗിക്കും ഓരോ വിധത്തിലാണ്. ഈ മരുന്ന് വേറൊരാളിന് ഫലപ്രദമാവില്ല എന്നുള്ളൊരു മെസ്സേജ് തീർച്ചയായിട്ടും ഡോക്ടർ കൊടുക്കണം. ഇല്ലെങ്കിലുള്ളൊരു കുഴപ്പം, എനിക്ക് പല്ലുവേദന വന്നപ്പോൾ ഞാനൊരു മരുന്ന് വാങ്ങിച്ചു, ഇനിയിപ്പോൾ നിങ്ങൾക്കും പല്ലുവേദനയാണ്, അത് ഈ മരുന്ന് തന്നെ നിങ്ങളും കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ തന്നെ ചികിത്സിച്ചു തുടങ്ങുന്ന ഒരു അവസ്ഥ വരും. അപ്പോൾ അത് അപകടമാണെന്ന് ഓരോ ഡോക്ടറും രോഗിയോട് പറയേണ്ടതുണ്ട്. അത് നിങ്ങൾക്ക് മാത്രമേ ഉചിതമാവുള്ളൂ. ഞാൻ പറഞ്ഞ ഇത്തരം കാര്യങ്ങളിൽ ഡോക്ടർമാരും ഒരു ശ്രദ്ധ പുലർത്തണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. അതിലേറ്റവും പ്രധാനം എനിക്ക് പറയാനുള്ളത് 2 കാര്യങ്ങൾ. ഒന്ന്, എപ്പോഴാണ് ഒരു ഡോക്ടറെ കാണേണ്ടത്? ഒരു ചെറിയ ലക്ഷണങ്ങൾ വരുമ്പോഴേ നമ്മൾ രോഗിയെ കാണണോ? ഒരു ചെറിയ പനി വരുമ്പോൾ ഉടനെ പോകണോ? പ്രത്യേകിച്ചും ഈ ഷർബത്ത് ഖാൻ ഡോക്ടർ ഇതിൽ എഴുതി വച്ചിരിക്കുന്നത് കാണുമ്പോൾ പനി എന്ന് പറയുന്നത് ഒരുപാട് മാരകമായ അസുഖങ്ങളുടെ ലക്ഷണമാണ്. അപ്പോൾ പനി വന്നാൽ ഉടൻ പോകണോ? അതെ, ആദ്യം ഒരു ദിവസം ചെറിയ പനിയേ ഉള്ളൂ എങ്കിൽ നമ്മൾ കരിപ്പട്ടി കാപ്പി കുടിച്ചിട്ട് പോയാൽ മതിയോ? അത് കരിപ്പട്ടി കാപ്പി കുടിച്ചിട്ട് അതിൽ നിന്നില്ലെങ്കിൽ പോയാൽ മതിയോ? അത്തരം വിദ്യാഭ്യാസങ്ങൾ കൂടി ഉണ്ടാവണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. അപ്പൊ അതിൽ തീർച്ചയായിട്ടും അങ്ങേപ്പോലുള്ള മാധ്യമത്തിൽ തിളങ്ങി നിൽക്കുന്ന ആൾക്കാർക്ക് കഴിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഡോക്ടർമാർ പറയുന്നതിനേക്കാളും കൂടുതൽ ജനങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് പുറത്തുള്ള ആൾക്കാർ പറയുമ്പോഴായിരിക്കും. കാരണം മറ്റേ ഒരുതരം ബയാസ്ഡ് ആണ് എന്നൊരു ചിന്ത അവിടെ വരും. ഇപ്പൊ നമ്മള് ഹോമിയോപ്പതിയെ പറ്റി പറയുമോ, നിങ്ങൾ ഹോമിയോ ഡോക്ടർമാർ അങ്ങനല്ലേ പറയുള്ളൂ, അല്ലെങ്കിൽ അവരിങ്ങനല്ലേ പറയുള്ളൂ എന്നൊരു കാഴ്ചപ്പാട് പൊതുവെ ജനത്തിനുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ സജഷൻ എന്ന് പറയുന്നത്, മാധ്യമപ്രവർത്തകർ അതിനത്തരം കാലം കുറച്ചുകൂടെ ഒരു എന്താ പറയുക ശ്രദ്ധ കൊടുത്താൽ നല്ല എനിക്ക് തോന്നുന്നു സമൂഹത്തിന് വേണ്ടി. അല്ല, ഞാൻ ഇടയ്ക്കൊന്ന് അന്വേഷിച്ചപ്പോൾ, അതായത് പക്ഷെ അവിടെയൊക്കെയാണ് ഈ പറയുന്ന പോലെ നമുക്ക് ഇപ്പോൾ ഞാനൊന്ന് മനസ്സിലാക്കിയപ്പോൾ ലക്ഷങ്ങൾ വേണ്ടി വരുന്ന ഒരു ചികിത്സയാണ് ഈ കുഞ്ഞുങ്ങളുണ്ടാകാത്ത ഇൻഫെർട്ടിലിറ്റിയുടെ മേഖലയിൽ നടക്കുന്നത്. പക്ഷേ കേരളത്തിൽ അത് ഏറ്റവും ഫലപ്രദമായിട്ട് ഹോമിയോ മേഖലയിൽ വളരെ ജനനി എന്നുള്ള പ്രോജക്റ്റിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 2000-ലേറെ കുഞ്ഞുങ്ങൾ ഇതിനകം പിറന്നു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് കേരളത്തിൽ എത്ര പേർക്ക് അറിയാം? അവിടെയാണ് നമുക്ക് അത് അറിയാമെന്ന് പറഞ്ഞാൽ, ഞാൻ ഇതിനെപ്പറ്റി വന്ന് എഴുതാൻ വേണ്ടിയിട്ട് ചില ശ്രമങ്ങൾ നടത്തി. പക്ഷേ കൃത്യമായ വിവരങ്ങൾ കിട്ടണമെങ്കിൽ അത് വലിയ പ്രയാസമാണ്.
അത് സംസ്ഥാന സർക്കാരിന്റെ ഒരു പദ്ധതിയായിട്ട് പോലും അതിൽ നിന്ന് പ്രോപ്പറായിട്ടുള്ള വിവരങ്ങൾ കിട്ടാനുള്ള പ്രയാസമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ഉള്ള ഒരു മെച്ചപ്പെടൽ സർക്കാർ മേഖലയിൽ ഉൾപ്പെടെ ഉണ്ടാവേണ്ടതുണ്ട്. ആ ജനനി പദ്ധതി വ്യാപിപ്പിച്ചാൽ ഇത്ര പേർക്ക് ആ പ്രയോജനം വരുന്നത് വളരെ നിസ്സാരമായ തുകയാണ്. അതിലുള്ള പല ആളുകളും എൻ്റെ അടുത്ത് 1-2 പേര് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതിലേറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം, മറ്റ് മോഡേൺ മെഡിസിനിൽ ലക്ഷങ്ങൾ ചെലവാക്കി ചികിത്സിച്ച് പരാജയപ്പെട്ട ശേഷം ഇവിടെ വന്ന് ചികിത്സിച്ച് തുച്ഛമായ തുകയ്ക്ക് ഇവിടെ വന്ന് അമ്മമാരായ ഒരുപാട് പേര്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ തുറന്നു പറയാനൊന്നും ആരും തയ്യാറാവുന്നില്ല. ഇല്ലെങ്കിൽ അത് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ട് എന്നുള്ളത് ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു മറുവശം. അപ്പൊ അതൊക്കെ മാറേണ്ടതുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാനൊരു ഫീച്ചർ ചെയ്തായിരുന്നു, അത് ദേശാഭിമാനി ആവശ്യപ്പെട്ടിട്ട് ചെയ്തതാണ്. അപ്പോൾ അതില് ഈ ഓട്ടിസവുമായി ബന്ധപ്പെട്ട ഒരു കുട്ടിയുടെ ഒരവസ്ഥയാണ്. അപ്പൊ അത് ഈ ഒരുപാട് സർജറി കഴിഞ്ഞ് ഒരു കുട്ടി, ആ കുട്ടിയെ ഇനി ജീവിക്കുക തന്നെ വളരെ പ്രയാസമാണ്, വെജിറ്റബിളിനെ പോലെ കഴിയേണ്ടി വരുമെന്നുള്ളൊരവസ്ഥയിൽ നിന്ന് ആ കുഞ്ഞിന്റെ അമ്മയാണ് പറയുന്നത്, ഇപ്പൊ എൻ്റെ കുഞ്ഞിന് 4 വയസ്സായി, ആ കുഞ്ഞ് ഓടിക്കളിക്കുന്നുണ്ട്, 20 വാക്കുകൾ പറയുന്നുണ്ട് എന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. ഞാൻ പറഞ്ഞ ഇത്തരം അനുഭവങ്ങൾ ആ ഫീച്ചർ വായിച്ചിട്ട് എന്നെ ഒരുപക്ഷെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത് 10-100 ആൾക്കാർ അതിൽ ഇതേപോലെയുള്ള, അതിൽ 50ഓളം പേര് ഇത്തരം അമ്മമാരാണ് എവിടെ നിന്നൊക്കെയോ വിളിച്ച് എൻ്റെ നമ്പർ എടുത്തിട്ട് വിളിച്ച് എൻ്റെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങൾക്ക് ഒരു അവബോധം ഉണ്ടാക്കാൻ അതാത് മേഖലകളിലുള്ള ഡോക്ടർമാർ മുന്നിട്ട് ഇറങ്ങണം. അപ്പൊ അതിന് ഈ ഷർമദിന്റെയൊക്കെ എഴുത്തിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് അതും കൂടെ കൊണ്ടാണ്. കാരണം ഇങ്ങനെയൊക്കെയുള്ള മേഖലകളും പുതിയ പുതിയ അറിവുകളും ആളുകൾക്ക് കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടാവണം. അതുകൊണ്ടാണ് അതിൽ വളരെ സന്തോഷത്തോടു കൂടി ഇത്തരം എഴുത്തിനെയും ഇത്തരം പ്രചാരണങ്ങളെയും ഞാൻ കാണാൻ കാരണം. അപ്പൊ സാറേ ഇവിടെ എനിക്ക് 2 കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്. പറഞ്ഞോളൂ. 2 കാര്യങ്ങൾ കണക്ട് ചെയ്ത് പറയാനുണ്ട്. ഒന്ന്, സന്തോഷ് കേരള കൗമുദിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സൺഡേ സപ്ലിമെന്റ് ആരോഗ്യരംഗം കൈകാര്യം ചെയ്തിരുന്നു. ആ സമയത്ത് മറ്റ് മോഡേൺ ഡോക്ടർമാരുടെ മാത്രം ലേഖനങ്ങളാണ് എന്നുവെച്ചാൽ അവർ കൊടുത്താലേ ലേഖനം പ്രസിദ്ധീകരിക്കും, വേറെ ആരുടെയും ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കില്ല. ആ സമയത്ത് സൺഡേ സപ്ലിമെന്റിൽ എനിക്ക് വേണ്ടി ഒരു ഭാഗം മാറ്റിവെച്ച മനുഷ്യനാണ് സന്തോഷ്. അപ്പൊ സ്ഥിരമായിട്ട് എഴുതി തുടങ്ങിയത് ഞാൻ കേരള കൗമുദിയിലാണ്. അപ്പോൾ അങ്ങനെ ഒരു സഹായം അവിടെ നിന്നുണ്ടായി. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ എഴുതി തുടങ്ങുന്നത് പോലും. അപ്പോൾ ഒന്നത്. രണ്ടാമത്തത്, സന്തോഷം ഇപ്പൊ പറഞ്ഞ ആ ഓട്ടിസം ബാധിച്ച കുട്ടിയുടെ കാര്യം, അത് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ആശുപത്രിയിലും അതിന്റെ ഒരു വിങ് പ്രവർത്തിക്കുന്നുണ്ട്, OP ആയിട്ട്. ഈ വാർത്തയും കൂടെ വന്നതിന് ശേഷം ഇപ്പൊ പദ്ധതികളുടെ കാലമായതുകൊണ്ട് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അത്തരം കുട്ടികൾക്ക് കിടക്ക സൗകര്യം ഒരുക്കിക്കൊണ്ട് വർക്കല ജില്ലാശുപത്രി, ഇത് ഞാൻ സന്തോഷത്തോട് പറയാൻ വിട്ടുപോയി, വർക്കല ജില്ലാശുപത്രിയിൽ 1,80,00,000 രൂപയുടെ കിടപ്പ് സൗകര്യം ഉണ്ടാക്കുന്ന ഒരു ആശുപത്രി ഉണ്ടാക്കുവാൻ വേണ്ടി, ഒരു വാർഡ് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഫണ്ട് ഉൾപ്പെടുത്തി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അവരുടെ പ്രത്യേക മരുന്നുകളും കാര്യങ്ങളും വാങ്ങിക്കാൻ വേണ്ടി 22 ലക്ഷം രൂപ വീണ്ടും അധികമായിട്ടും കൂടെ അനുവദിച്ചിട്ടുണ്ട്. ഇത് വർക്കലയുടെ മാത്രം കാര്യമാണ്. ഈ ഓട്ടിസം ബാധിച്ച കുട്ടി, സ്നേഹധാര എന്നാണ് ആ പദ്ധതിയുടെ പേര്. അതില് വർക്കല യൂണിറ്റിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അതിൽ സന്തോഷം അഭിമാനിക്കാം. എന്തായാലും ഈ നേമത്ത് വിദ്യാരാജ ഹോമിയോപ്പതിയിൽ നല്ല രീതിയിൽ ഡോക്ടർ ബിന്ദു BR ഒരുപാട് കേസുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ അവിടെ ഓട്ടിസം പാർക്കൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നേമം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. അതായത് ഈ അംഗപരിമിതരുടെ ഇല്ലാതാക്കുന്ന, അതായത് ഗർഭാവസ്ഥയെ തന്നെ കണ്ടുപിടിച്ചിട്ട് കറക്റ്റ് ചെയ്യാനുള്ള ഒരു പരിപാടി അവർ തുടങ്ങിയിട്ടുണ്ട് നേമത്തെ ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരു വാർഡിൽ. അപ്പൊ ഇങ്ങനെയൊക്കെ ധാരാളം പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ ഈ പറഞ്ഞ പോലെ അതിനായിട്ട് കൂടുതൽ കോളങ്ങൾ മാറ്റി വെക്കേണ്ടതുണ്ട്. മാത്രമല്ല പത്രം വായിക്കുന്ന എണ്ണം കുറഞ്ഞു വരുന്ന അപകടമുണ്ട്. അങ്ങനെ പല പല ഘടകങ്ങളുണ്ട്. എന്നിരുന്നാൽ പോലും ഈ സോഷ്യൽ മീഡിയ വളരെ ഉപയോഗം ചെയ്യുന്നുണ്ട്. എന്നാലും ശ്രീമാൻ സന്തോഷ് സാറിന്റെ വാക്കുകൾ എന്തായാലും വളരെ രസകരമായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആകുന്നുണ്ട്. അങ്ങേക്ക് ഇതിൽ നല്ല ഭാവിയുണ്ട്. തീർച്ചയായിട്ടും ചെയ്യണം. കാരണം വേറൊന്നുമല്ല, സമൂഹത്തിന് വേണ്ടി. എന്തായാലും വളരെ സന്തോഷം പരിപാടിയിൽ പങ്കെടുത്തതിനും ഇതിൽ ഔപചാരികമായിട്ട് നന്ദി പറയാനായിട്ട് മറിയാമ്മ ഡോക്ടർ ക്ഷണിക്കുകയാണ്. മറിയാമ്മ ഡോക്ടറെ. നന്ദി മനോജ് ഡോക്ടറെ. IFPH നടത്തിയ പുസ്തക പരിചയം എന്ന പരിപാടിയിൽ ഷർണൂഖാൻ ഡോക്ടറുടെ
രോഗം ഏതെന്ന് അറിയണ്ടേ എന്ന പുസ്തകത്തെക്കുറിച്ച് ലളിതമായി ഹൃദയങ്ങളിലേക്ക് തറച്ചു കയറുന്ന വാക്കുകളിൽ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമെന്ന് പരിചയപ്പെടുത്തിയ മാധ്യമപ്രവർത്തകനും ഷമദ് ഖാൻ ഡോക്ടറുടെ സുഹൃത്തും കൂടിയായ ശ്രീ MP സന്തോഷ് സാറിന് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. പൊതുജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തെക്കുറിച്ചുള്ള അതിയായ ആഗ്രഹത്തിൽ അവർക്ക് ബോധവൽക്കരണം നൽകണമെന്ന ഉദ്ദേശത്തിൽ വളരെ ലളിതമായി 3 പുസ്തകങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുന്ന വർക്കല ഗവൺമെന്റ് ജില്ലാ ആയുർവേദ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഷമദ് ഖാൻ ഡോക്ടർക്ക് ആദരപൂർവ്വം സന്തോഷപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഷമദ് ഖാൻ ഡോക്ടറുടെ സഹപാഠിയും IFPHന്റെ മോഡറേറ്ററും കൂടിയായ ഹോമിയോപ്പതി വകുപ്പ് ചീഫ് മെഡിക്കൽ ഓഫീസർ മനോജ് ഡോക്ടർക്ക് സന്തോഷപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ പരിപാടിയിൽ അഭിപ്രായങ്ങൾ പറഞ്ഞ് എബ്രഹാം വൈദ്യൻ ഡോക്ടർക്കും രമാദേവി അമ്പാടി മാഡത്തിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. IFPHന്റെ 2022 സൂം വെബിനാർ ഇതിൽ പങ്കെടുക്കുകയും ഈ പരിപാടി വിജയിപ്പിക്കുകയും ചെയ്ത എല്ലാ ഹോമിയോപ്പതി സ്നേഹികൾക്കും ഡോക്ടർമാർക്കും വിദ്യാർത്ഥികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. 2022 ദിവസം ഇവിടെ സമാപിക്കുകയാണ്. നാളെ രാത്രി ഇതേ സമയം വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.